Hello. Recent JEE endgame session final physics session ആണ്. ഇന്നലെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടാവും. ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? EMI-AC, പിന്നെ റേ ഓപ്റ്റിക്സ് ഉണ്ട്, വേവ് ഓപ്റ്റിക്സ് ഉണ്ട്, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ഉണ്ട്, ആറ്റംസും ഉണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം ആദ്യം തൊട്ടിട്ട്. So this is the first question here. നോക്കൂ, a conducting loop of radius 10 by root pi is placed perpendicular to a uniform magnetic field of 0.5 Tesla. The magnetic field is decreased to 0 in 0.5 seconds at a steady rate. A value point വളരെ important ആണ് കേട്ടോ. Steady rate എന്നുള്ള point is very important here. 1 second please. Steady rate എന്നുള്ളത് ഒരു വാല്യൂ പോയിന്റ് ആണ്. നമുക്കത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കേട്ടോ. The induced EMF is in the circular loop is at 0.25 seconds is. Now we'll begin solving the question. നമുക്ക് നോക്കാം, കണ്ടക്ടിങ് ലൂപ്പ് ആണ്, റേഡിയസ് തന്നിട്ടുണ്ട്. See, you know that induced EMFന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ induced EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് is actually equal to minus, or മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ it's simply equal to d phi by dt. ഓൾറൈറ്റ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് നമുക്ക് ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. കോയിൽ കറക്റ്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഏരിയ വെക്ടർ ഓഫ് ദ കോയിലും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ലൈനിലാണ് വരിക. സോ കോസ് തീറ്റ എന്നുള്ള കാര്യം കോസ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, മീൻസ് ഫ്ലക്സിൽ നോക്കേണ്ട കാര്യമില്ല. ഫ്ലക്സ് വിൽ സിംപ്ലി ബി BA. സോ വി ഹാവ് d by dt ഓഫ് BA ആണ് ഉണ്ടാവുക. നൗ ദിസ് ആക്ച്വലി ബിക്കംസ് ഏരിയ ഓഫ് ദ ലൂപ്പ് മാറുന്നില്ല, B മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. സോ യു ഹാവ് A ഇൻറ്റു dB by dt. Now what is A? A is pi into radius square. Radius തന്നിട്ടുണ്ട്, that is 10 by pi, 10 by root pi actually. ഇതാണ് ഏരിയ വരിക. Now dB by dt മനസ്സിലാക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡ് 0.5 ടെസ്ല ആയിരിക്കെ അത് സീറോയിലേക്ക് പോവും. ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 0.5 and that happens in 0.5 seconds. So we have dB is 0.5 and that happens in 0.5 seconds as well. Okay, ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് ചുരുങ്ങിയിട്ടുണ്ട്. So we'll solve this. We have pi here. നോക്കൂ, this is 10 centimeters ആണിത്. So this is actually 0.1 meter ആയിട്ട് വേണം കാണുക. നോക്കൂ, 10 by pi centimeters എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് യൂണിറ്റ് കൺവേർഷൻ ആവശ്യമുണ്ട്. So that would make it pi into 1 into 10 raised to minus 2 multiplied with 1 again. Alright, and there is actually a pi here, pi square and pi ഉണ്ടാവും. This cancels out and you get 1 into 10 raised to minus 2, or that is actually 10 millivolt. Now 10 millivolt ആണ് ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു കാര്യം ഇവിടെ ആലോചിക്കുന്നുണ്ട്. The question is the induced EMF in the circular loop at 0.25 seconds ആണ്. But that is actually irrelevant in the question. കാരണം എന്താ വെച്ചാൽ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് സ്റ്റഡി ആണ്. അപ്പോൾ എല്ലാ സമയത്തും ഒരേ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബൈ ആൻഡ് ലാർജ് ഈ ഒരു ഇൻ്റർവെല്ലിൽ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ that will exactly be the same as the induced EMF at 0.25 seconds. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഹൗ വി സോൾവ് ഇറ്റ്. 10 millivolt ആണ് ആൻസർ വരിക. ഓൾറൈറ്റ്, വിൽ നൗ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേറെയും കണ്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ക്വസ്റ്റ്യൻ ഹിയർ. നോക്കൂ, എ ലോങ് സോളിനോയിഡ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R carries a time t dependent current I of t. That is I of t into 1 minus t ആണ് അതിൻ്റെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, a ring of radius 2r is placed coaxially near its middle. During the time interval 0 and 1, the induced current IR and the induced EMF VR in the ring changes as. നോക്കൂ, ഇൻഡ്യൂസ് EMFൻ്റെയും ഇൻഡ്യൂസ് കറണ്ടിൻ്റെയും ചേഞ്ചിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് ടു റിമെമ്പർ ഹിയർ ഇസ്, നമുക്ക് ആദ്യം വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫംഗ്ഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് EMF ഹിയർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മതി എന്ന് വിചാരിക്കുക. That will be equal to d phi by dt. മോഡുലസ് ആവേണ്ടെങ്കിൽ just d phi by dt. Alright,
and that is d by dt of, again നേരത്തെ പറഞ്ഞ പോലെ നോക്കൂ, ഒരു ലോങ് സോളിനോയിഡിന്റെ അകത്ത് എന്താ പറയുക, കോആക്സിയൽ ആയിട്ട് ഒരു ലൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പിന്റെ ഏരിയ വെക്ടറും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഏരിയ വെക്ടറും ഒക്കെ അലൈൻഡ് ആയിരിക്കും. സോ യു ജസ്റ്റ് നീഡ് ഫൈ വിൽ ബി സിംപ്ലി ബി എ, ബി ഡോട്ട് എ ചെയ്ത് ബി എ കോസ് തീറ്റ ചെയ്യുന്നതാണ് ശരിക്കും ആക്ച്വലി ഫ്ലക്സ് കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ആ ഫൈ എന്നുള്ള സംഗതി എന്താ പറയുക, കോസ് ഫൈ 1 ആണ് വരിക എന്നുള്ളതാണ്, ഫൈ 0 ആയതുകൊണ്ട്. വൈ ഇസ് ഫൈ 0? കോയിലും സോളിനോയിഡും കോആക്സിയലാണ്. അപ്പോൾ കോയിലിൻ്റെ ഏരിയ വെക്ടറും സോളിനോയിഡിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷനും രണ്ടും അലൈൻഡ് ആയിരിക്കും. നേരത്തെ കണ്ട അതേ സിറ്റുവേഷൻ തന്നെ. സോ വി ഹാവ് ഡി ബൈ ഡി ടി ഓഫ് ബി ഇൻറ്റു എ ഹിയർ. എഗെയിൻ ഇവിടെയും എ മാറുന്നില്ല. സോ ഐ ജസ്റ്റ് റൈറ്റ് ഡൗൺ എ ഹിയർ, ഏരിയ ഓഫ് ദ കോയിൽ ഞാൻ ഇവിടെ വെക്കുകയാണ്. ആൻഡ് ദെൻ d by dt of, നോക്കൂ, magnetic field inside the solenoid will be mu 0 I and mu 0 n I, in fact mu 0 n I. All right, now listen, ഈ I ഒരു ടൈം വേരിയിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്, ബാക്കിയൊക്കെ കോൺസ്റ്റൻസ് ആണ്. സോ ഐ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഐ ടേക്ക് ദ കോൺസ്റ്റൻസ് ഔട്ട്. ദാറ്റ് ഇസ് a into mu 0 n will go out, and then I'll have di by dt. Now remember, I has a function, and that will be a mu 0 n into d by dt of I0. Inside the brackets we have t minus t square. I hope you understand that. A t ne anathe multiply that. This is the function that we'll have finally. All right, now listen, njan idine simplify cheyna samayathu what will happen here is, I'll take the constant again out. That is a mu 0 n I0. Is there anything else left? No. Then I have d by dt of t minus t square. That's what I have. d by dt of t minus t square ചെയ്യുമ്പോൾ I'll tell you what happens here. ബാക്കി എല്ലാം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. Everything out here will be a constant. d by dt of t minus t square will evaluate to 1 minus 2t. So this is how the function for induced EMF will be, at least the modulus. All right, now this offers a wonderful idea here. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ tയുടെ വാല്യൂ 1/2 ആയി കഴിഞ്ഞാൽ it's very sure that you'll get 0 here. Okay. And tയുടെ വാല്യൂ 1/2 ചെറുതായിരുന്നെങ്കിൽ യുൽ ഗെറ്റ് എ സർട്ടൻ വാല്യൂ ഹിയർ, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. tയുടെ വാല്യൂ അതിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ യുൽ ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ ഹിയർ, വിച്ച് ആക്ച്വലി ടെൽസ് യു ദാറ്റ് about the point t is equal to 1/2, that is t is equal to 0.5 seconds, the sign will reverse. That is the sign of induced EMF, sign of induced current will reverse. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. At t is equal to 0.5 seconds, the direction of induced current and the direction of induced EMF, see direction of the reverse EM and VR will be 0. നോക്കൂ, at t is equal to 0.5 VR 0 ആണ്, that we evaluated here, and direction of IR will reverse. Obviously നമ്മൾ നേരത്തെ കണ്ടു EMFന്റെ direction മാറും, അപ്പോൾ obviously കറണ്ടിന്റെ direction മാറും, and that happens about the point t is equal to 1/2 or 0.5 seconds. ഇത് വളരെ ക്ലിയർ ആണ് ഈ സൊല്യൂഷന്. നോക്കൂ, ഇതേ മെത്തേഡിൽ മെയിൻസിനോ അഡ്വാൻസിനോ ഇനിയൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, പക്ഷെ അതിലെ ഫംഗ്ഷൻ കുറച്ചുകൂടെ വലുതാണ്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ല കറണ്ടിനുള്ളത്. ഫംഗ്ഷൻ ഇസ് മോർ ഇലാബറേറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡോണ്ട് ജസ്റ്റ് ബി വറീഡ് അബൌട്ട് ദ ഫംഗ്ഷൻ ഓർ എനി കോൺസ്റ്റൻസ് വിച്ച് കം ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവാലുവേറ്റ് ചെയ്ത് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പം ഇൻഡ്യൂസ് EMFന്റെ ഫംഗ്ഷനിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ടാവും. അതായത് ഏത് പോയിന്റിലാണ് 0 ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്, ആ പോയിന്റിന് അബൌട്ട് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനും മാറുന്നുണ്ടാവും, നാച്ചുറലി ഇൻഡ്യൂസ് കറണ്ട് റിവേഴ്സ് ചെയ്യുന്നുണ്ടാവും. That is how you solve this question. There are many more questions following the same logic, same technique. All right, so we'll move on to the next question. Now, let's see. Okay. The question says, given below are two statements. One is labeled assertion A and the other is labeled as reason R. Reason assertion question aanu. We'll read the assertion. A bar magnet dropped through a metallic cylindrical pipe takes more time to come down
compared to a non-magnetic bar with same geometry and mass. That's an assertion. Reason noka, for the magnetic bar, eddy currents are produced in the metallic pipe which oppose the motion of the magnetic bar. In the light of the above statements, choose the correct answer from the options given below. Noku, just imagine there is a tube, a conducting tube. Through a metallic cylindrical pipe. Okay, metallic cylindrical pipe. You're dropping a non-magnetic material here. Non-magnetic material drop cheyanu. Adine guide cheynathu gravity maatrana, free fall adundava. So it'll come down just like any other body would come down. All right. Now, if this body is magnetic, then we have an issue here. ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള ബോഡി താഴത്തേക്ക്, ഈ മാഗ്നറ്റ് താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ട്യൂബിന്റെ സറൗണ്ടിങ്ങിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരും, മാഗ്നറ്റിക് ഫ്ലക്സിലും മാറ്റം വരും. Whenever the flux linked with a bulk of a metal or a conductor is varied, അത് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള എഡി കറൻസ് ഉണ്ടാക്കാൻ കാരണമാവും. So when you actually ഈ മാഗ്നറ്റ് താഴത്തേക്ക് വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം വരും. ആ പൈപ്പ്, സിലിണ്ടറിക്കൽ പൈപ്പിന്റെ ഉള്ളിൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ കണ്ടക്ടിങ് ബൾക്കിലുള്ള. So now what happens here is, ആ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡി കറൻസ് ഡെവലപ്പ് ആവും ഇൻസൈഡ് ദ മെറ്റൽ ട്യൂബ്. നൗ എഡി കറൻസിന്റെ നേച്ചർ ലെൻസിലോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇറ്റ് വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സ്. കോസ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇസ് ദ മാഗ്നറ്റ് ഫോളിംഗ് ഡൗൺ. അപ്പോൾ നാച്ചുറലി ആ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള എഡി കറണ്ട് കാരണം ഉണ്ടാവുന്ന റിയാക്ഷൻ അല്ലെ എഡി കറൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഇൻ സച്ച് എ വേ ദാറ്റ് the magnetic field caused by those eddy currents, those loops, will oppose the motion of the magnet. അപ്പോൾ മാഗ്നറ്റിന്റെ മോഷൻ അത് പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുക. ഓൾറൈറ്റ്, അതുകൊണ്ട് ഇതിന് റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഇത് താഴത്തേക്ക് വരുംതോറും ആ റെസിസ്റ്റീവ് ഫോഴ്സ് താഴത്തേക്ക് സ്പീഡപ്പ് ചെയ്യുന്നതോറും റെസിസ്റ്റീവ് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഇസ് വൈ ദർ ഇസ് എൻ ഒബ്സ്ട്രക്ഷൻ ഫോർ ദ ഫോളിംഗ് മാഗ്നറ്റ് ത്രൂ ദ ട്യൂബ്. അതുകൊണ്ട് തന്നെ അത് ഫ്രീ ഫോൾ ആയിരിക്കില്ല ഉണ്ടാവുക. ഫ്രീ ഫോളിലൊരു ബോഡി താഴത്തെത്തുന്ന അത്ര വേഗത്തിൽ അത് താഴെത്തില്ല. അതാണ് അതിൻ്റെ ബേസിക് ഐഡിയ. ഓൾറൈറ്റ്, ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ പല എക്സാംസിനായി ചോദിച്ചിട്ടുണ്ട്. ഒരു റിങ് ഉണ്ട് നിങ്ങളോട് പറയും, ഒരു മെറ്റാലിക് റിങ് ഉണ്ടെന്ന് പറയും. ആൻഡ് ദെൻ യു ആർ ഡ്രോപ്പിംഗ് എ മാഗ്നറ്റ് ഹിയർ, ഒരു ബാർ മാഗ്നറ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ്. അത് താഴത്തേക്ക് വരുമ്പം അതിൻ്റെ ആക്സിലറേഷൻ ഓഫ് ദ ഫോൾ ഗ്രേറ്റർ ദാൻ ജി ആയിരിക്കോ, ലെസ് ദാൻ ജി ആയിരിക്കോ, ഈക്വൽ ടു ജി ആയിരിക്കോ എന്ന ചോദ്യം ഉണ്ടാവുക. ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ലെസ് ദാൻ ജി. നോക്കൂ, ഈ മാഗ്നറ്റ് താഴത്തേക്ക് വരുമ്പം ഈ റിങ്ങിൻ്റെ ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സിൽ ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ച് വരാൻ കാരണം മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ മാഗ്നറ്റിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ജനറേറ്റ് ആവും. ഈ കോയിൽ ഇൻഡ്യൂസ് കറന്റ് ജനറേറ്റ് ആവും. അത് മാഗ്നറ്റ് വരുമ്പോഴും ഒപ്പോസ് ചെയ്യും, മാഗ്നറ്റ് ലീവ് ചെയ്യുമ്പോഴും ഒപ്പോസ് ചെയ്യും. രണ്ട് ഓപ്പോസിഷൻ കാരണം അതിൻ്റെ ഫ്ലൈറ്റിനെ അത് ഒബ്സ്ട്രക്ട് ചെയ്യും, ഫ്ലൈറ്റിനെ അത് ലിമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് എന്താ പറയുക, അത് ഒപ്പോസ് ചെയ്യും. ആ ഓപ്പോസിഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫ്രീ ഫോൾ ആക്സിലറേഷനെക്കാട്ടും കുറച്ച് കുറഞ്ഞ ആക്സിലറേഷനെ ആ മാഗ്നറ്റിന് ഉണ്ടാവുള്ളൂ. സോ ദീസ് ആർ ഓൾ സിമിലർ ക്വസ്റ്റ്യൻസ് ആൻഡ് ലിസൺ വെരി കെയർഫുള്ളി. നോക്കൂ, ഇത് ശരിയാണ്. ബാർ മാഗ്നറ്റ് ഡ്രോപ്പ് ത്രൂ മെറ്റാലിക് സിലിണ്ടറിക്കൽ പൈപ്പ് ടേക്സ് മോർ ടൈം. മാഗ്നറ്റിക് ആണെങ്കിൽ മോർ ടൈം എടുക്കും. ആൻഡ് ദ റീസൺ ഈസ് എഡി കറന്റ് ഫോർമേഷൻ. ഓൾറൈറ്റ്, that's how we solve this question. അപ്പം നോക്കൂ, രണ്ടും ട്രൂ ആണ്, assertion true ആണ്, reason true ആണ്, and the reason is the correct explanation for the assertion. So option C is correct. നോക്കൂ, ഇത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതിനു ശേഷവും you should be very familiar with how to answer the question. കാരണം വെച്ചാൽ നമുക്കത് even though we know the answer, ഈ പറയുന്നതിൽ ഏത് ഇൻ്റർപ്രിട്ടേഷനാണ്, ഇതിൽ പറയുന്ന ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാവണം. സോ ഐ ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് റീസണിങ് ആൻഡ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഈവൻ ഇഫ് യു സോൾവ് ദ ക്വസ്റ്റ്യൻ, പ്ലീസ് മേക്ക് ഷുവർ ദറ്റ് യു ഇന്റർപ്രറ്റ് ഇറ്റ് exactly the right way. Now, the next question. നോക്കൂ, an alternating EMF E is equal to 440 sin 100 pi t is applied to a circuit containing an inductance of root 2 by pi Henry. If an AC ammeter is connected in the circuit, the reading will be. Now, first thing is to find I0. I0 means maximum current. ആ സർക്യൂട്ടിലുള്ള maximum current വിളിക്കുന്ന പേരാണ് I0 എന്ന് പറയുന്നത്. So how will you find that out? I0 will be equal to E0 divided by XL.
കാരണം ഇവിടെ ആകെ ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. സോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. ആൻഡ് I0 is 440 divided by XL is L omega. So L തന്നിട്ടുണ്ട് √2 divided by pi. That multiplied with omega is 100 pi here. Alright. Now pi cancels off. So what we have here is 4.4 divided by √2, or this is actually 2 into 2.2 divided by √2, or this is actually √2 times 2.2. Now, this is I0, maximum current, sinusoidal lightla supply, inductor across kodukana samayathu avada undavuna maximum value of current aanu, amplitude of current thandirikkunnathu, adana kittiyirikkunnathu √2 times 2.2. Now, the problem is when you measure current, AC supply measure heating effect ഉപയോഗിച്ചിട്ടാണ്, and you know that measured values, stated values, rated values ഒക്കെ RMS ലാണ് ഉണ്ടാവുക. So the measured current should actually be IRMS. If I0 is 2.2 √2, IRMS will be I0 by √2, that is 2.2. നമുക്ക് 2.2 amp ആയിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക. So that is the correct answer. RMS ആണ് മെഷർ ചെയ്യുന്ന വാല്യൂ, പ്രത്യേകം ഓർക്കുക. 2.2 amps is the correct answer. So please remember that. Now we will look at the next question. Next. Alright. Question നോക്കുക. A series LCR circuit driven by 300 volt at a frequency of 50 hertz contains a resistance R is equal to 3 kilo ohm and inductor of inductive reactance XL is equal to 250 pi ohms and an unknown capacitor. The value of capacitance to maximize the average power should be. Okay. Average power maximize ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സർക്യൂട്ടിൽ മാക്സിമം പവർ ഡിസിപ്പേഷൻ വരിക വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് വരുന്ന സമയത്താണ്. വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ഒരു LCR സർക്യൂട്ടിൽ വരണമെങ്കിൽ റെസൊണൻസ് ആയിരിക്കണം അവിടെ ഉണ്ടാവുന്നത്. XL should match with XC. ഈ കാര്യം ഓർത്ത് വെക്കുക. So the basic solution for this question is XL should match with XC. Alright. XL തന്നിട്ടുണ്ട്. So 250 pi should match with 1 by C omega. Now omega എന്ന് പറയുന്നത് is again 2 pi f ആണ്. So I have 250 pi should match with 1 by C into 2 pi f. Now remember this very carefully. ഈ f എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്രീക്വൻസി സപ്ലൈൻ്റെ എത്രയാണ് പറയൂ, 50 hertz ആണ്. So what I need to find out is the value of capacitance ആണ് എനിക്ക് വേണ്ടത്. So how will I do that? C will be equal to, നോക്കൂ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ വരിക, 1 divided by 250 multiplied with pi square. നോക്കൂ ഇവിടുന്ന് ഒരു പൈ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഒരു പൈ ഓൾറെഡി അവിടെ ഉണ്ട്, that's pi square, and then I have 100 here. All right, pi square is actually 10. Is there anything else? 2 into 50. Okay, fine. Pi square is 10 here. So I have 1 by 250 multiplied with 1000 here. That actually makes it 250 multiplied with 1000 here. That makes it 0.25. 1, 2, 3, 4, 5, 6. 0.5, 1 by 0.25 multiplied with 10 raised to minus 6, which actually is 4 into 10 raised to minus 6. And 4 microfarad here is the correct answer. Noku, simplification le poyittulla karyam maathre ullu. The concept is very straightforward, very simple. Aga manasilakkanda karyam, maximum power dissipation is obtained when phi is equal to 0 or cos phi is equal to 1, and that happens during resonance. ആ റെസൊണൻസിൻ്റെ കേസ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. LCR സർക്യൂട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, സീരീസ് LCR സർക്യൂട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്ലെയിൻലി XL is equal to XC ഇക്വേറ്റ് ചെയ്താൽ പ്രോബ്ലത്തിന് ആൻസർ ആയി. ഓൾറൈറ്റ്, സോ ദി ആൻസർ ഈസ് 4 microfarad. Alright, 4 into 10 raised to minus 6. Now we will move on to the next question. Noku, a transformer consisting of 300 turns in the primary and 150 turns in the secondary gives output of 2.2 kilowatt. The current in the secondary coil is 10 ampere. Secondary coil current is 10 ampere. Then the input voltage and current in the primary coils are. Okay. We primary coil IP
VP യുമാണ് നമ്മൾ കാണേണ്ടത്. So one thing we know is, നോക്കൂ, IS VS is equal to 2.2 into 10 raised to 3. നോക്കൂ, ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട്. ആ ഔട്ട്പുട്ട് പവറാണ് ഞാൻ അവിടെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് VS is equal to 2.2 into 10 raised to 3 divided by IS. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സെക്കൻഡറി കറണ്ട് is 10 ampere. Secondary coil current 10 ampere എന്ന് പറഞ്ഞത്, that divided by 10 will be the answer here. So VS is directly given by 220 volt. നോക്കൂ, വളരെ ക്ലിയർ അല്ലേ? 220 volt ആണ് VS വരിക. Now ട്രാൻസ്ഫോമേഴ്സിന് ഐഡിയൽ ആയിട്ടുള്ള വിത്തൗട്ട് എനി ലോസ്, ഒരു ഫ്ലക്സ് ലിങ്കേജിന്റെ പ്രശ്നങ്ങളും ഇല്ലാത്ത ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സിന് വി ഹാവ് എൻ ഇക്വേഷൻ ദാറ്റ് വി ഓഫൻ യൂസ്. VP by VS is equal to NP by NS. Similarly, we have another equation. IP divided by IS is equal to NS divided by NP. ഒരു റിവേഴ്സൽ ഉണ്ട് ഇവിടെ, അത് ഓർമ്മയുണ്ടാവണം. And now number of turns in primary divided by number of turns in secondary is 150. So VS 220 ആയതുകൊണ്ട് തന്നെ 440 വോൾട്ട് ആയിരിക്കും പ്രൈമറി വോൾട്ടേജ് ഉണ്ടാവുക. 440 വോൾട്ട് ആണ് പ്രൈമറി വോൾട്ടേജ് ഉണ്ടാവുക. ആൻഡ് സെക്കൻഡറി വോൾട്ടേജ് 220. നോക്കൂ, ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പം വോൾട്ടേജ് ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ കറണ്ട് ഡബിൾ ആയിട്ടുണ്ടാവുക. സോ ഇത് ചെയ്യണമെന്നില്ല. IP will basically be equal to 5 ampere. കാരണം അതാണ് പിന്നീട് സ്റ്റെപ്പ്. കറണ്ട് ഡബിൾ, വോൾട്ടേജ് ഹാഫ് ചെയ്തു, കറണ്ട് ഡബിൾ ചെയ്തു. വോൾട്ടേജ് ഹാഫ് ചെയ്തപ്പോൾ 440 220 ആയി. കറണ്ട് ഡബിൾ ചെയ്ത സമയത്ത് 5 ആയിരിക്കും 10 ആയിട്ടുണ്ടാവുക. So 440 and 5 ampere is the correct answer. So that's how we solve it. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ പ്രോബ്ലംസ് നന്നായി നോക്കുക. ഈ ഇക്വേഷൻസ് ആണ് ഇതിൻ്റെ കീ ഉണ്ടാവുക. ഇറ്റ്സ് എ വെരി ഈസി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓൾറൈറ്റ്, we will move on to the next question. Ray optics-ലേക്ക് കടന്നിട്ടുണ്ട്. You are asked to design a shaving mirror, assuming that a person keeps it 10 centimeters from his face and views the magnified image of the face at the closest comfortable distance of 25 centimeters. The radius of curvature of the mirror would then be. നോക്കൂ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ്, അതായത് the face of the person would be 10 centimeters. ഇതാണ് കോൺകേവ് മിറർ ആണ് നമ്മൾ ഉപയോഗിക്കുക. 10 centimeters. And image will be 25 centimeters from this point. അതായത് ഇവിടുന്ന് 25 ആണ്, ആൾക്ക് 25 ദൂരെയാണ്. വിച്ച് ആക്ച്വലി മീൻസ് മിററിൻ്റെ പോളിൽ നിന്ന് 15 centimeters ദൂരെ ആയിരിക്കും. ഓൾറൈറ്റ്, സോ ബേസിക്കലി വി യൂസ് മിറർ ഫോർമുല ഹിയർ. 1/v plus 1/u is equal to 1/f ആണ് മിറർ ഫോർമുല. V is already given. നമുക്ക് F ആണ് കണ്ടുപിടിക്കുന്നത്. There is a difference here. V തന്നിട്ടുണ്ട്. V will be equal to plus 15. So 1/15 plus u will be equal to minus 10. 1/-10 is equal to 1/f. Alright, so we'll do it. 1/15 minus 1/10 ആണ് നമുക്ക് കാണേണ്ടി വരിക. That will be 1/f. So we have the answer will be minus 1/30 ആയിരിക്കും 1/f വരിക. So f is minus 30. No surprises there because concave mirror ആണ് വരേണ്ടത് നമുക്കറിയാം. And rightly so, നമുക്കത് എന്ത് കിട്ടിയിട്ടുണ്ട്? നെഗറ്റീവ് ആയിട്ട് ഫോക്കൽ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. But the problem is, the question is about radius of curvature. മിറേഴ്സിൻ്റെ കേസിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഫോക്കൽ ലെങ്തിൻ്റെ ട്വൈസ് ആണ് വരിക. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി minus 60 here. That minus signifies that the mirror is curved in the way given here. അപ്പം നോക്കൂ, ഇതിൽ ഓപ്ഷനിൽ 30 ഉണ്ടായിരുന്നെങ്കിൽ many of you might have been tricked to answering 30. That is because നിങ്ങൾ ആ തിരക്കിൽ നിങ്ങൾ എന്താണ് കാണാൻ ഉദ്ദേശിക്കുന്നത് മറന്നു പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. So please remember, this is a very basic, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The only catch here is ഇമേജ് ഉണ്ടാവേണ്ടത് നോക്കുന്ന ആളുടെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. അപ്പോൾ ആ വ്യത്യാസം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ മെഷർമെൻറ്റ്സും, ഈ പ്രോബ്ലത്തിന് എല്ലാ മെഷർമെൻറ്റ്സും പോളിനെ ബേസ് ചെയ്ത് ചെയ്യുക, ഒബ്സർവറെ ബേസ് ചെയ്തിട്ടല്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ തന്ന ഡേറ്റ വെച്ചിട്ട് പോളിനെ വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ട് ഈ ഡിസ്റ്റൻസസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്
ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക, ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉണ്ടാവുക. ദിസ് ഇസ് ദ ഫസ്റ്റ് hurdle in this question. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I think rest of it is very easy for you. Now we will move on to the next question. നോക്കൂ, let the refractive index of a denser medium with respect to a rarer medium be n12 and its critical angle be theta c. At an angle of incidence A, when the light is traveling from denser medium to rarer medium, a part of light is reflected and the rest is refracted, and the angle between reflected and refracted ray is 90 degrees. So angle A ആണ് കാണേണ്ടത്. ഈ പറഞ്ഞ സിറ്റുവേഷൻ ഓക്കെ ആവുന്ന ഇൻസിഡന്റ് ആംഗിൾ ആണ് കാണേണ്ടത്. Listen, this is the denser medium, this is the rarer medium. I call this, ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu1 എന്ന് വിളിക്കുകയാണ്. ഇതിന്റെ I call it mu2. Alright, റേ ഇങ്ങനെ വരികയാണ്. This is angle A here. അതാണ് മെൻഷൻ ചെയ്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൃത്യമായിട്ട് ഡെൻസറിന്ന് റെയറിലേക്ക് വരുമ്പോൾ ആംഗിൾ A ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഒബ്വിയസ്ലി റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ പോകുന്നുണ്ടാവും. ദർ വിൽ ബി A here and then there will be refracted ray also. Alright, the law of reflection ആണ്, that will still hold good. ഇത് 90 degree ആണ്, even though the figure doesn't look like it. Just understand that this is 90 degrees here. Alright, this I call it R2. Refracted angle ആയിട്ടാണ് വരിക. Now sin A divided by sin R2 will be equal to mu2 divided by mu1. നോക്കൂ, ഇത് സ്നെൽസ് ലോ ആണ്. sin I by sin R is equal to mu2 by mu1. ആ ഫോർമുലയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. So we have it there. Now listen to something very carefully here. That is, നോക്കൂ, ഈ A എന്ന് പറഞ്ഞ ആംഗിളും R2 എന്ന് പറഞ്ഞ ആംഗിളും ഈ 90യും കൂടെ ചേർത്ത ഒരു ലിനിയർ എന്താ പറയുക കളക്ഷൻ ആണ്. ലിനിയർ പെയർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതുകൊണ്ടാണ് ഞാൻ ലിനിയർ എന്താ പറയുക 3 angles which will combine to 180. Alright, so we have A plus R2 plus 90 will give you 180 കിട്ടും. Alright, which means A is equal to, നോക്കൂ, 90 അങ്ങോട്ട് പോയിട്ട് അത് 90 ആയി മാറും, 90 minus R2 ആയി മാറും. A is 90 minus R2, or R2 is equal to 90 minus A. നമുക്ക് A ടേംസിൽ ആൻസർ വേണമല്ലോ. R2 is equal to 90 minus A വരും. Alright, so this becomes here sin A divided by sin 90 minus A, that is cos A, is equal to mu2 by mu1. Now that is, നോക്കൂ, tan A is equal to mu2 divided by mu1. So you have it here. Tan A is equal to mu2 by mu1 ഉണ്ട്. Now listen, see, ഈ മീഡിയത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിളിനെ പറ്റിയും ക്വസ്റ്റ്യനിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻസറിൽ ക്രിട്ടിക്കൽ ആംഗിളിന്റെ ടേംസിലാണ് ഇത് വേണ്ടത്. സോ ജസ്റ്റ് റീഡ്രോ ഇറ്റ്. ഇത് mu1 ആണ്, ഇത് mu2 ആണ്. നോക്കൂ, ഏതോ ഒരു ആംഗിളിൽ തീറ്റ സിയിൽ ഇത് വരുമ്പോൾ the ray would not cross to the other medium, it will graze along the interface. ആ സിറ്റുവേഷനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിന്റെ സിറ്റുവേഷൻ എന്ന് പറയുക. TIRന്റെ ബിഗിനിങ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ബിഗിനിങ് ആണത്. സോ ദിസ് ഇസ് യുവർ റിഫ്രാക്റ്റഡ് ആംഗിൾ, ദിസ് ഇസ് 90 degrees ഹിയർ, ആൻഡ് ദിസ് ഇസ് IC ഹിയർ. നോക്കൂ, sin IC divided by sin 90 would then be equal to mu2 by mu1. ഇത് സ്നെൽസ് ലോ എഴുതിയതാണ് in the case of TIR. Basically sin IC ആണ് mu2 by mu1, which actually means tan A is equal to, ഈ mu2 by mu1 I can replace it with sin IC, which, or IC in the sense theta c എന്നാണ് ഈ പ്രോബ്ലത്തിൽ അത് കൊടുത്തിരിക്കുന്നത്. So I'll make it theta c here. Alright, so A അല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്, A will be equal to tan inverse of sin theta c. So is there an option which says that tan inverse of sin theta c is the correct answer? Option D is the correct answer here. I hope you understand that. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ആണ്. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് വർക്ക്ഔട്ട് ചെയ്തത്. സോ പ്ലീസ് മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ്. റൈറ്റ്, I think we'll move on to the next question now. Okay, fine. നോക്കൂ, light is incident from a medium into air. Two possible angles of incidence, A 20 degree and B 40 degree ആണ്. In the medium, light travels 3 centimeters in 0.2 nanoseconds. The ray will, നോക്കൂ, TIR ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. TIR ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് യു ഷുഡ് റിമെമ്പർ ഇസ്
നമുക്ക് ആദ്യം ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിഞ്ഞേ പറ്റുള്ളൂ. അത് വെച്ച് ക്രിട്ടിക്കൽ ആംഗിൾ കാണണം. നോക്കൂ, ഈ മീഡിയത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് 3 സെൻറ്റിമീറ്റർ ഇൻ 2 നാനോ സെക്കൻഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. സോ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് ഗിവൻ മീഡിയം വിൽ ബി 3 into 10 raised to minus 2 divided by 0.2 into 10 raised to minus 9. Now, this is simplifying, but you will get 1.5 into 10 raised to 8, which means the refractive index of that medium, mu medium, will be equal to C by V medium. Now, this is standard equation. ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. Mu m is equal to C by Vm. That is 3 into 10 raised to 8 divided by 1.5 into 10 raised to 8. So refractive index of the medium is 2. All right. Refractive index of the medium 2 ആണെങ്കിൽ I can easily find the critical angle. നമ്മൾ നേരത്തെ ചെയ്തതിൽ അതുണ്ട്. We can easily find the critical angle. IC is equal to, or IC is equal to 1 by, or sin IC is equal to 1 by mu. 1 second. Sin IC is equal to 1 by mu. So IC will be sin inverse of 1 by mu. Mu 2 ആണെന്ന് അറിയാലോ. Sin inverse of 1 by 2 will be 30 degrees. നോക്കൂ, വളരെ ക്ലിയർ ആണ്. 30 ഡിഗ്രി ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഡെൻസർ മീഡിയത്തിന് റെയറർ മീഡിയം, ആ മീഡിയത്തിന് എയറിലേക്ക് പോകുമ്പോൾ, മീഡിയത്തിന് എയർ ആയതുകൊണ്ടോ ക്രിട്ടിക്കൽ ആംഗിൾ ഇങ്ങനെ വരുന്നത്. മറ്റേ മീഡിയം, സെക്കൻഡ് മീഡിയം എയർ ആയതുകൊണ്ടാണ് എനിക്ക് ഈസിലി 1 എടുക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ mu 1 by അങ്ങനെ വന്നേനെ. എനിവേസ്, what we have here is ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 30 ഡിഗ്രീസ് ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. നോക്കൂ, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒരു എയറിലേക്ക്, ഓർ ഇതൊരു ഏതെങ്കിലും ഒരു മീഡിയം എയറിലേക്ക് ലൈറ്റ് വരികയാണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിൽ ഇൻസിഡൻ്റ് ആയി കഴിഞ്ഞാൽ അത് ഗ്രേസ് ചെയ്യും. അതിനേക്കാൾ വലിയ ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു പോവുകയുള്ളൂ. അതിനേക്കാൾ ചെറിയ ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഗോ ടു ദി അതർ സൈഡ്. ഓൾറൈറ്റ്, വിച്ച് ആക്ച്വലി മീൻസ്, നോക്കൂ, 20 ഡിഗ്രിയിൽ വരുന്ന റേ വിൽ ആക്ച്വലി ക്രോസ് ടു ദി അതർ മീഡിയം, ബട്ട് 40 ഡിഗ്രിയിൽ വരുന്ന റേ വിൽ എൻകൗണ്ടർ, ഓർ ദ റേ ബി വിൽ എൻകൗണ്ടർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എ വിൽ നോട്ട് എൻകൗണ്ടർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. വളരെ ക്ലിയർ ആണ് ഓപ്ഷൻസിൽ. The ray will suffer total internal reflection in case of B only. First one without any problem pass ചെയ്യും. നോക്കൂ, ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. This is what we have. ഇതാണ് IC എന്ന് വിചാരിക്കുക. IC-നേക്കാളും ചെറിയ ആംഗിൾ ആണ് ഇൻസിഡൻ്റ് ആവുന്നതെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി go through. IC-നേക്കാളും വലിയ ആംഗിൾ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ബാക്ക്. ഓൾറൈറ്റ്, സോ 40 കേസ്, അതായത് സെക്കൻഡ് കേസിൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സഫർ ചെയ്യും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് വൺ. We'll now move on to the next question. It's a very simple thing. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. സാധാരണ ക്രിട്ടിക്കൽ ആംഗിൾ സോൾവ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object is placed at the focus of a concave lens having focal length f. Concave lens ആണ്. നോക്കൂ, മിററിന്ന് ലെൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൾവേസ് റിമെമ്പർ ദ ഫോർമുല വിൽ ഓൾസോ ചേഞ്ച്. അത് മനസ്സിലാക്കുക. Having a focal length f, what is the magnification and distance of the image from the optic center of the lens? Magnification കാണണം, നമുക്ക് ഇമേജിൻ്റെ പൊസിഷനും കാണണം. Alright, now the basic equation for mirrors will be, for lenses will be 1 by v minus 1 by u is equal to 1 by f. It's very clear. 1 by v minus 1 by minus f here. Reason being, നോക്കൂ, ഇതാണ് നിങ്ങളുടെ കോൺകേവ് ലെൻസ് വരുന്നത്. ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ്, ഓപ്റ്റിക് സെൻറ്റർ ആണ് നമ്മുടെ ഒറിജിൻ. ഈ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഓബ്ജക്റ്റ് ഇസ് ബിഹൈൻഡ് ഹിയർ. ഇൻസിഡൻറ്റ് ലൈറ്റ് പോകുന്നത് ഫോർവേഡ് ഡയറക്ഷനിലാണ്. ഞാൻ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് പുറകോട്ട് വന്നാലേ എനിക്ക് ആരെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ? ഇമേജ് ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ എസ് മൈനസ് എഫ്. പോസിറ്റീവ് ഇസ് ടു ദ റൈറ്റ് ഹിയർ. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ആ കൺവെൻഷൻ നന്നായിട്ട് ഓർക്കുക. കൺവെൻഷൻ ശരിയായി കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിലൊന്നും വേറെ ഒരു ഇഷ്യൂസും വരാനില്ല. Alright, now 1 by v minus 1 by u is equal to 1 by f. That makes it, ഇവിടെ ഇത് പ്ലസ് ആവും. When it again, focal length f of a concave lens is negative. ആ സൈൻ ഇവിടെ കൊടുക്കണം. നോക്കൂ, എപ്പോഴും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അൺനോൺ ക്വാണ്ടിറ്റീസിൻ്റെ, നോക്കൂ, അൺനോൺ ക്വാണ്ടിറ്റീസിന്, ഇതാണ് ആക്ച്വൽ ലെൻസ് ഫോർമുല. അൺനോൺ ക്വാണ്ടിറ്റീസിന് മാത്രമാണ് നമ്മൾ
സൈൻ കൊടുക്കാതിരിക്കുക. നമ്മൾ ഏത് ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യാനാണോ ഒരു പ്രോബ്ലം ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ എനിക്ക് എഫ് അറിയാം, യു അറിയാം, വി കാണണം, അങ്ങനെയാണ് ഞാൻ ആ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ വിക്ക് ഞാൻ സൈൻ കൊടുക്കില്ല. വിയുടെ സൈൻ ആൻസറിന് എനിക്ക് കിട്ടുകയാണ് ചെയ്യുക. യുക്ക് ഞാൻ സൈൻ കൊടുക്കും, എഫിന് സൈൻ കൊടുക്കും. ഓക്കെ, ഇവിടെ ദിസ് ഫോക്കൽ ലെങ്ത് ഇസ് നോൺ ടു ബി, ഇതൊരു കോൺകേവ് ലെൻസ് ആണെന്ന് എനിക്ക് അറിയാം. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ജസ്റ്റ് ആലോചിക്കുക, ഇറ്റ്സ് എ ഡൈവേർജിങ് കൈൻഡ് ഓഫ് എ ലെൻസ്. ഇവിടെയാണ് ആ വെർച്വൽ ഫോക്കസ് ഉണ്ടാവുക. സോ ഇറ്റ് ഹാസ് ടു ബി ടു ദ റിയർ സൈഡിലേക്കാണ്. അപ്പം നെഗറ്റീവ് അവിടെ വരേണ്ടതുണ്ട്. സോ വാട്ട് യു വിൽ ഫൈനലി ഹാവ് ഇസ് 1/v is equal to, ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു വിൽ ഹാവ്, ദിസ് വിൽ ബിക്കം പ്ലസ് ഹിയർ, അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ഉണ്ടാവും, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, -2/f ആണ്. സോ v will be equal to -f/2. Alright, now v is equal to -f/2. Position of the image f/2 ആണ്. That's what you already know. ഒരു ഭാഗം കറക്റ്റ് ആയി. Then what else do we have? Magnification. Magnification m is equal to v/u. Please remember it. v/u. v is -f/2 and u is, question ഉണ്ടല്ലോ, u is -f. So v/u ചെയ്യുമ്പോൾ you get 1/2. So 1/2 will be the magnification. So the final answer will be, magnification will be 1/2, position of the image will be f/2, but that to the negative side here. Anyways, option C is the correct one. I hope that is clear. All right, we'll move on to the next question. Okay. A biconvex lens formed with two thin plano-convex lenses are shown as shown in the figure. Refractive index n of the first lens is 1.5. Figure അത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. And that of the second lens is 1.2. Both the curved surfaces are have the same radius of curvature, that is 14 centimeter. For this biconvex lens, for an object distance of 40 centimeters, the image distance will be, നോക്കൂ, ഇത് ആക്ച്വലി ഒരു കോമ്പിനേഷൻ ഓഫ് ലെൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് കണ്ടറിയാം, ഈ രണ്ട് പോർഷൻസിനെ നമുക്ക് സെപ്പറേറ്റ് ലെൻസസ് ആയിട്ട് കാണാം. ആൻഡ് ദേ ആർ ഇൻ കോൺടാക്ട്, വെരി മച്ച് ടുഗെദർ ദേ ആർ ഇൻ കോൺടാക്ട്. ലെൻസസ് ഇൻ കോൺടാക്റ്റിന്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/f effective is equal to 1/f1 plus 1/f2. നോക്കൂ, നമുക്ക് ഓരോന്നിൻ്റെയും ഫോക്കൽ ലെങ്ത് ഇവാലുവേറ്റ് ചെയ്യാം. ഫോക്കൽ ലെങ്തിന്റെ ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/f is equal to, വാക്വത്തിൽ വെച്ച പോലെയാണെങ്കിൽ, വാക്വത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ, അതായത് മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ് മെറ്റീരിയൽ വിൽ ബി മ്യൂ ആയിരിക്കും. പുറത്ത് വാക്വം ആണെങ്കിൽ μ-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്നാണ്ടാവുക. ഇവിടെ ഒരു കൺവെൻഷൻ വരാണ്ട് നന്നായിട്ട് ഓർക്കുക. ഈ കേസിൽ ഫസ്റ്റ് കർവേച്ചർ, നമുക്ക് ഞാനത് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ബേസിക് ഫോർമുല. ഓൾറൈറ്റ്, സോ വിൽ യൂസ് ദാറ്റ് ഹിയർ. f1 കേസിൽ 1/f1 ആണ് കാണുന്നതെങ്കിൽ μ1 - 1 ഇൻറ്റു, നോക്കൂ, ഈ പോർഷനിൽ R1 എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി 14 പ്ലസ് 14, ബിക്കോസ് നോക്കൂ, കർവേച്ചർ ഇങ്ങനെയാണ്, അതിൻ്റെ സെൻറ്റർ ഈ സൈഡിലേക്കാണ് ഉണ്ടാവുക, റേഡിയസ് മാർക്ക് ചെയ്യേണ്ടി വരും ആ സൈഡിലേക്കാണ്. സോ ദാറ്റ് ഇസ് എ പോസിറ്റീവ് കർവേച്ചർ ഹിയർ. സോ ഐ ഹാവ് 1/14 ഹിയർ മൈനസ് 1/r2 എന്ന് പറയുമ്പം സെക്കൻഡ് സൈഡ് നോക്കൂ, ഇത് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സെക്കൻഡ് സൈഡ് ഒരു പ്ലെയിൻ സൈഡാണ്. പ്ലെയിൻ സൈഡിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റ് ആണ്. സോ യു ഹാവ് നത്തിങ് ദെയർ. അതായത് 1/14 1/∞ 0 ആവും. സോ ഞാനതൊന്ന് കുറച്ചുകൂടെ കൺവീനിയൻസിന് എഴുതുകയാണ്. ഐ ജസ്റ്റ് മേക്ക് ഇറ്റ് 1/14 ഹിയർ, കാരണം മറ്റേ ഭാഗം എഴുതേണ്ട കാര്യമില്ല. പ്ലസ് ഫോർ ദ സെക്കൻഡ് പാർട്ട് ഐ വിൽ ഹാവ് μ2 - 1 ഇൻറ്റു, നോക്കൂ, 1/r1 എന്ന് പറയുന്നത് ദിസ് ഇസ് 1/∞ 0 വരും, മൈനസ് 1/r2 എന്ന് പറയുന്നത് വിൽ ബി -14 ഹിയർ. അതായത് 1/-14 ആണ് വരിക, ബിക്കോസ് ആ കർവേച്ചർ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസും മൈനസും പ്ലസ് ആവും. യു വിൽ ഗെറ്റ് 1/14 അഗെയിൻ ഹിയർ. ഓൾറൈറ്റ്, ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ട ജോലി മാത്രമേ ഉള്ളൂ. സോ 1/f effective will be equal to μ1 is 1.5. 1.5 minus 1 is 0.5. That is 1/2 into 1/14 minus or plus μ2 minus 1 is in fact 1.2 minus 1, that is 0.2. 0.2 is 1/5 into 1/14 here. That is basically 1/14 taken out. What you have remaining is 1/2 plus 1/5.
That is 1 by 14 multiplied with 7 by 10. That is 1 by F equivalent. 1 by F equivalent will then be equal to 1 by 20, which actually means F equivalent is 20. നമുക്ക് F equivalent 20 കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത്, നമുക്ക് ആൻസർ ആയിട്ടില്ല കേട്ടോ, ചോദ്യം വളരെ ക്ലിയർ ആണ്. ഒബ്ജക്റ്റ് 40 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് വെച്ചാൽ ഇമേജ് ഡിസ്റ്റൻസ് എത്രയെന്നാണ് കാണേണ്ടത്. സോ ഒരു റൗണ്ട് കൂടെ നമുക്ക് ചെയ്യേണ്ടി വരും ബൈ യൂസിങ് ലെൻസ് ആണല്ലോ, ലെൻസ് ആണ്, ലെൻസ് ഫോമിൽ ഉപയോഗിക്കണം. 1 by V minus 1 by U is equal to 1 by F ഉപയോഗിക്കണം. ബട്ട് നൗ വി നോ ദ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ. ഇനി ഈ ലെൻസിന് ഒറ്റ ലെൻസായി കണ്ടുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. So 1 by V, which I don't know, which I won't give any sign for, minus 1 by U is minus 40. നോക്കൂ, ഇത് ഇൻ ഫ്രണ്ട് ആ വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് I'll put minus 40 here is equal to 1 by F. F you know is plus 20. Alright. That makes it 1 by V is equal to 1 by 20 minus 1 by 40. That actually is 1 by 40. Alright. 1 by 40 ആണ് അതിൻ്റെ ആൻസർ വരിക. That is 1 by V ആണ് 1 by 40 വരിക. So V will have to be equal to 40. So the correct answer is B. V is 40 centimeters. നോക്കൂ, ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, രണ്ട് ലെൻസസ് ഉണ്ടാവും. ആ രണ്ട് ലെൻസ് ഇൻ കോൺടാക്ട് വെച്ചിട്ടുണ്ടാവും. ഇടയ്ക്കുള്ള സ്പേസിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഇമേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ഫോർ ദിസ്, ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്തത് ഇങ്ങനെ ഒരു ലെൻസിനെ രണ്ട് പാർട്ടായി സ്പ്ലിറ്റ് ചെയ്ത പോലെ ഈ ഒരു പ്രോബ്ലത്തിൽ 3 പാർട്ടായിട്ട് ഈ ലെൻസിനെ സ്പ്ലിറ്റ് ചെയ്യാം. നൗ a common doubt that you would ask is, ഈ രണ്ട് ലെൻസും കോൺടാക്റ്റിലാണല്ലോ, ആദ്യത്തെ സർഫസിന് പുറത്ത് വാക്വം ആണുള്ളത്, 1.5ൻ്റെ പുറത്ത് വാക്വം ഉള്ളത്, അപ്പുറത്ത് ഈ 1.5ൻ്റെ പുറത്ത് വാക്വം അല്ലല്ലോ, വേറൊരു മീഡിയം അല്ലേ ഉള്ളത്. അപ്പോൾ അതിന് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് നമുക്ക് തോന്നും. You don't have to worry about it. Lenses in contact, each lens separately ആണ് സറൗണ്ടിങ് മീഡിയത്തിലുള്ള പോലെ നമ്മൾ ചെയ്യുക. കോണ്ടാക്ട് കാരണം ഒരു ഇന്റർഫേസിൽ രണ്ട് മീഡിയം ചേർന്ന് വരുന്നു എന്നുള്ളത് ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. അത് ഡെറിവേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. എല്ലാ ലെൻസും ഇൻഡിപെൻഡൻ്റ്ലി നിൽക്കുന്ന പോലെയാണ് നമ്മൾ ഈ കോമ്പിനേഷൻ ചെയ്യുക. ബട്ട് വി അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് ദേ ആർ ഇൻ കോൺടാക്ട്. ഓൾറൈറ്റ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ പ്രോബ്ലത്തിൽ ഓർത്ത് വെക്കണം. സിമിലർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കഴിയുന്നു ചെയ്തു നോക്കാം. ഓൾറൈറ്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A ray of light is incident at an angle of 60 degrees on one face of a prism of angle 30 degrees. The emergent ray of light makes an angle 30 degrees with the incident ray. The angle made by the emergent ray with the second face of the prism will be, നോക്കൂ, ഇതൊരു പ്രിസം ആണെങ്കിൽ there will be a prism angle A here. എല്ലാ പ്രിസത്തിനും പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് നോക്കുക. ഇവിടെ നോർമൽ വരയ്ക്കാൻ പറ്റും ഫസ്റ്റ് ഫേസിൽ. ദിസ് ഇസ് വാട്ട് യു കോൾ ഇൻസിഡന്റ് റേ. ഓൾറൈറ്റ്. ആ ഇൻസിഡന്റ് റേക്ക് ഒരു ബെൻഡ് എൻകൗണ്ടർ ചെയ്യും. ദിസ് ഇസ് വാട്ട് യു കോൾ ഫസ്റ്റ് റിഫ്രാക്റ്റഡ് ആംഗിൾ ആണ്, R1 ആയിരിക്കും. ആൻഡ് ദെൻ യു വിൽ ഹാവ് ഈ റേ ശരിക്കും ഇങ്ങനെ പോകേണ്ടതാണ്, അത് ഓർത്ത് വെക്കണേ. ആൻഡ് ദെൻ ഈ റേ ഇവിടെ ഒരു നോർമലും കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇത് ഇനിയും ഇങ്ങനെയൊന്ന് പോകും. ദിസ് വിൽ ബി E, ദിസ് വിൽ ബി R2. ഓൾറൈറ്റ്. എല്ലാ പ്രിസംസിനും ഇൻവേരിയബിളി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന റേ നേരെ ഇതാണ് ഇൻസിഡന്റ് റേ കേട്ടോ, ഇതാണ് എമർജന്റ് റേ. ഈ ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി വാട്ട് യു കോൾ ഡീവിയേഷൻ. ഈ ആംഗിളിനാണ് നമ്മൾ ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വിളിക്കുക. പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഇൻസിഡന്റ് റേ ഇങ്ങനെ പോകേണ്ടതാണ്. പ്രിസത്തിന്റെ ഇഫക്റ്റ് കൊണ്ടാണ് മൾട്ടിപ്പിൾ റിഫ്രാക്ഷന് ശേഷം ഇത് ഇങ്ങനെ വരുന്നത്. എനിവേസ്, വിത്തൗട്ട് ദിസ് സിസ്റ്റം ഹിയർ ഡീവിയേഷൻ വുഡ് ബി ഡോ. ഓൾറൈറ്റ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഫോർമുലയാണ്. ഡോ വിൽ ബി ഈക്വൽ ടു I plus E minus A. I plus E minus A ആണ് ഡോ വരിക. റിമെമ്പർ ദാറ്റ് A will be equal to R1 plus R2. These are two formulas that you use invariably for all kind of prisms. Now, ഈ type of triangular prisms ആണ് പറയുന്നത് കേട്ടോ. Now listen, ഇതിൻ്റെ അകത്ത് we have our answer here. നോക്കൂ, emergent ray of light makes angle of 30 degree with incident ray എന്ന് പറയുന്നത് ഡോ ആണ് തന്നിരിക്കുന്നത്. ഡോ is 30. That is equal to, നോക്കൂ, ഇനി the angle made by the incident ray is at the angle of 60 degree.
ray is incident at an angle of 60 degree on one face. Okay, so 60 degree ആണ് ആ ray വരുന്നത്, 60 degrees here. Alright, now then I have emergent ray ഏത് angle എന്ന് എനിക്ക് അറിയില്ല. The angle made by emergent ray ആണ് ചോദിച്ചിരിക്കുന്നത്. And then what do I have? Prism angle is actually 30 degrees. That's what I have, minus 30. Alright, that makes it 60 degrees is equal to 60 plus E, which has the only solution as E is equal to 0. അതായത് emergent angle of emergence 0 എന്നാണ് പറയുന്നത്. പക്ഷെ ചോദ്യം is a little different here. The angle made by the emergent ray with the second phase ആണ്. emergent ray second phase നോട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ചോദിച്ചത്, നോർമലിനോട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല. നോക്കൂ, സെക്കൻഡ് ഫേസ് ഇതാണ്. ആംഗിൾ ഓഫ് എമർജൻസ് ഇ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണെങ്കിൽ അവിടുത്തെ നോർമൽ ഇതായിരിക്കാം. ആ നോർമലുമായിട്ട് ഒരു ആംഗിളും ഉണ്ടാക്കാതെ 0 ഡിഗ്രി ഉണ്ടായിക്കൊണ്ടാണ് ആ റേ കടന്നു പോവുക. ഈ റേ ഫേസിനോട്, അതായത് ഈ പറഞ്ഞ സർഫസിനോട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രീസ് വരെ. ചോദ്യത്തിൽ വളരെ ക്ലാരിറ്റിയിൽ അത് ചോദിച്ചിട്ടുണ്ട്. ദി ആംഗിൾ മെയ്ഡ് ബൈ ദി എമർജന്റ് റേ, നോട്ട് ദി ആംഗിൾ ഓഫ് എമർജൻസ്. The angle made by the emergent ray with the second phase of the prism ആണ് ചോദിച്ചത്. So the answer will be 90 degrees here. Perpendicular ആയിരിക്കും emergent ray ആ ഫേസിനോട്. That is how we solve it. Okay, ഇതിൽ വളരെ ചെറിയ geometries മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ഈ equations ഞാൻ പറഞ്ഞത് you can use it in a lot of places. So please remember it. Moving on to the next question. നോക്കൂ, in a reflecting telescope the secondary mirror is used to. നോക്കൂ, this question here, reflecting telescope നമ്മൾ NCERT towards the end വരുന്ന ഒരു സെക്ഷൻ ആണ്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, a reflecting telescope has a basic structure like this. ഒരു വലിയ അപ്പർച്ചർ ഉള്ള ഒരു ട്യൂബ് ഉണ്ടാവും. it takes light in, alright, and ഇവിടെ ഒരു കോൺകേവ് മിറർ ഉണ്ടാവും, ഒരു കൺവേർജിങ് മിറർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിറർ ഇവിടെ വരുന്നത്. alright, ഈ മിറർ കൺവേർജ് ചെയ്യുന്ന ഇമേജിനെ പല രീതിയിൽ, ബിഫോർ ഇറ്റ്സ് കൺവേർജൻസ് പല രീതിയിൽ ഇത് മൂവ് ചെയ്യിക്കാറുണ്ട്. അതിനാണ് നമ്മൾ സെക്കൻഡ് മിറർ വെക്കുക. ഇൻ സം കേസസ് യു കീപ്പ് എ സെക്കൻഡറി മിറർ ഹിയർ ആൻഡ് യു ഒബ്റ്റെയിൻ ദ ഇമേജ് സംവെയർ ഹിയർ. ഓൾറൈറ്റ്, ഫൈനൽ ഇമേജ് ആ സൈഡിലേക്ക് എത്തിക്കും. ആൻഡ് ഇവിടെ ഒരു ലെൻസ് ഒക്കെ ഉണ്ടാവും. ആ ലെൻസ് അതിനെന്ത് ചെയ്യും, പിന്നെയും ഡൈവേർജ് ചെയ്തിട്ട് ഒരു പാരലൽ ബീമായിട്ട് മാറ്റാൻ പറ്റും. എനിവേസ് ഈ ലെൻസ് ഈ പറഞ്ഞ സെക്കൻഡ് മിറർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. In some cases, you will have an arrangement like this. അതായത് you will have a plane mirror kept at some angle here. ഞാൻ ഇവിടെ ഇതിൻ്റെ മുകളിൽ വരയ്ക്കുകയാണ്. I know the figure is a little messy, but still, okay. നോക്കൂ, a plane mirror will be somewhere here, and these rays would actually go to a different direction where it can be focused for observation again. Anyways, ഈ പറഞ്ഞ ബീം ശരിക്കും ഈ ട്യൂബിൻ്റെ അകത്താണ് അതിൻ്റെ ഫൈനൽ ഇമേജ് ഫോം ചെയ്യേണ്ടത്. ആ ട്യൂബിൻ്റെ അകത്ത് ഫോം ചെയ്യാൻ പോകുന്ന ഇമേജിനെ ട്യൂബിൻ്റെ പുറത്തേക്ക് ഡൈവേർട്ട് ചെയ്യലാണ് സെക്കൻഡറി മിററിൻ്റെ ജോലി. സോ വി കൻ ആക്ച്വലി ലുക്ക് അറ്റ് ദീസ് ഓപ്ഷൻസ് ആൻഡ് സേ ദാറ്റ് ദ ഇമേജ്, the secondary mirror is used to move the eyepiece out of the telescopic tube. That is because ഈ പറഞ്ഞ കൺവേർജൻസ് ടെലിസ്കോപ്പിക് ട്യൂബിൻ്റെ പുറത്തെത്തി കഴിഞ്ഞാൽ you can actually keep the eyepiece there. The basic, the crux of this question is basically that ഈ പറഞ്ഞ secondary mirror, what it does is actually it helps to move the point of convergence to a suitable to a required position. That is why we choose ആ പൊസിഷനിലേക്കാണ് നമ്മൾ eyepiece വെക്കുക. So we'll preferably go for this option here. Alright, പല രീതിയിൽ ഈ ടെലിസ്കോപ്പിൻ്റെ ഫിഗേഴ്സ് നിങ്ങൾ കാണാം. ഏറ്റവും ആദ്യം വരച്ചാണ് NCERT പോലത്തെ ഒരു ഫിഗർ. ആൻഡ് സി ഇവിടെ കൺവേർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് മിററിൽ. സെക്കൻഡ് കേസിൽ ഇവിടെ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു മിറർ ഇവിടെ പ്ലേസ് ചെയ്യുക ടു ഡൈവേർട്ട് ദ ഇമേജ് ടു വെർട്ടിക്കലി അപ്വേർഡ് പൊസിഷൻ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഇമേജ് ഫോർമേഷൻസ് മാറാറുണ്ട്. സോ പ്ലീസ് ലുക്ക് അറ്റ് ദി ഓപ്ഷൻ ഹിയർ ഡി. വിൽ ഗോ വിത്ത് ഓപ്ഷൻ ഡി. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ. In an interference experiment, the ratio of amplitudes of coherent waves is A1 by A2 is equal to 1 by 3. The ratio of maximum and minimum intensity of fringes will be, നോക്കൂ, ratio of maximum and minimum intensity എന്ന് പറയുന്നത് is actually Imax വരിക. ശ്രദ്ധിക്കണേ, രണ്ട് ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റീസ് I1 ഉം I2 ആണെങ്കിൽ Imax will be equal to
root I1 plus root I2 square ആണ് വരിക, and I min is equal to minimum intensity വരിക of the interference pattern I1 minus root I2 square ആണ് വരിക. നമ്മളോട് ratio of maximum to minimum intensity ചോദിച്ചിരിക്കുന്നത്. So this ratio is what we need. ഇവിടെ ചെറിയൊരു മാനിപ്പുലേഷൻ നമ്മൾ ചെയ്യും. I'll just explain to you how this works so that you can answer multiple questions with it. I max by I min. Okay. I2 പുറത്തേക്ക് എടുക്കുക, that makes it, or I1 പുറത്തേക്ക് എടുത്താലും മതി, that makes it 1 plus root I2 divided by I1 square by 1 minus I2 divided by I1 square. നോക്കൂ, ആ I2 രണ്ട് ഭാഗത്ത് നിന്ന് എടുത്ത് ക്യാൻസൽ ഓഫ് ചെയ്ത് പോയതാണത്. This can be written in two forms. നോക്കൂ, I max by I min will be equal to, നോക്കൂ, 1 plus root Ri, that is, ഈ I2 by I1 എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി റേഷ്യോ ആണ് ബേസിക്കലി, അതിൻ്റെ റൂട്ടാണ് ഇവിടെ വരുന്നത്. സോ ഐ വിൽ ജസ്റ്റ് കോൾ ഇറ്റ് റൂട്ട് Ri. Ri എന്ന് ഉദ്ദേശിക്കുന്നത് റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് Ri സ്ക്വയർ. ഒരു കാര്യം ആലോചിക്കുക, ഇത് ഇൻറ്റൻസിറ്റീൻ്റെ റേഷ്യോ തന്നാൽ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തു എന്നേ ഉള്ളൂ. നോക്കൂ, ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, വിച്ച് മീൻസ് റൂട്ട് ഐ ഇസ് പ്രപ്പോർഷണൽ ടു എ വരും. അപ്പോൾ റൂട്ട് Ri ഉണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ഐ മാക്സ് ബൈ ഐ മിൻ ഇസ് ഈക്വൽ ടു, നോക്കൂ, 1 plus Ra divided by 1 minus Ra square. നോക്കൂ, റൂട്ട് ഓഫ് Ri എന്നുള്ളത് നാച്ചുറലി AI ആവും, മീൻസ് റൂട്ട് ഓഫ് Ri എന്ന് പറയുന്നത് Ra ആവും. ദിസ് ഇസ് ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ. Ra എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ. നോക്കൂ, I2 by I1 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ A2 by A1 ആണ് കിട്ടുക. A2 by A1 ഇസ് ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ. അപ്പോൾ ഈ ഫോമിൽ ഈ ഇക്വേഷൻ എഴുതാം. ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 1/3. നോക്കൂ, ഇത് 3/1 എടുത്താലും ആൻസറിൽ ചേഞ്ച് വരാൻ പോകുന്നില്ല, ബട്ട് വിൽ ടേക്ക് 1/3 ഹിയർ. എങ്ങനെ തിരിച്ചാലും ഇത് മാറില്ല കേട്ടോ. 1-2 വട്ടം ഈ ഒരു എന്തെങ്കിലും ഒരു ഗിവൺ റേഷ്യോ വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. നിങ്ങളിത് ഫ്ലിപ്പ് ചെയ്ത് ഉപയോഗിച്ച് Ra എന്ന് പറയുമ്പോൾ നാച്ചുറലി നിങ്ങൾ ചോദിക്കുമല്ലോ, A1 by A2 ആണോ A2 by A1 ആണോ, അത് മാറ്റർ ചെയ്യില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അത് കേട്ടോ. നൗ സോ I max by I min will be equal to 1 plus 1/3 square divided by 1 minus 1/3 square. That will be equal to 4/3 square divided by 2/3 square. That is 16/4. That is 4:1. 4 is the answer. നിങ്ങളിത് 3:1 എടുത്താലും നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടിയേനെ. സോ 4:1 is the correct answer. 4 നമ്മൾ 4 മാർക്ക് ചെയ്യണം. Alright, we will move on to the next question. Alright, now നോക്കണം, ഇത് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, but there is a slight uncertainty with the question. I'll explain why. Light whose electrical field vectors are completely removed by using a good Polaroid is allowed to incident on the surface of a prism at Brewster's angle. All right. Choose the most suitable option for the phenomena related to the prism. All right. Reflected ray and refracted ray will be perpendicular to each other. Wave will propagate along the surface of the prism. No refraction and there will be total reflection of light. No reflection and there will be total transmission of light. Now, this concept has been used in a JEE advanced question last year. കഴിഞ്ഞ കൊല്ലം, ഇതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന JEE advanced examinationൽ no reflection എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ I'll explain to you what that is, and secondly I'll tell you why this question is a little less clear. നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു certain ആംഗിളിൽ ലൈറ്റ് ഇൻസിഡൻ്റ് ആകുമ്പോഴും, that is angle of polarization ഇൻസിഡൻ്റ് ആകുമ്പോൾ, നോക്കൂ, that is actually Brewster's angle. ആ സമയത്ത് ഇഫ് ഓർ ആ സമയത്ത് ആ ആംഗിൾ തന്നെ വരിക എങ്ങനെയാന്ന് വെച്ചാൽ the refracted ray and the reflected ray will make 90 degrees with each other. ഈ ഒരു സെറ്റപ്പിൽ this light will be partially or even unpolarized. This light will be plane polarized.
ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അത് വരികയെന്ന്. നോക്കൂ, ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇങ്ങനെ പോകുന്ന ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും, or even unpolarized. You can even say unpolarized. One second. How do I get rid of this? Okay, fine, all right. Now see, this is unpolarized, all right. Now ee bhagatthekku povunna ray, there is a reflected ray here. That ray will not have vibrations in a certain direction. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, ഈ ഒരു റേ പോകുന്നതിന് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ ആലോചിക്കുക. ഈ ട്രാൻസ്വേഴ്സ് പ്ലെയിനിൽ ഇതാ ഈ വൈബ്രേഷനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തേക്കുള്ള വൈബ്രേഷൻസും രണ്ട് ഭാഗത്തേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഓസിലേഷൻസും ഈ ഡയറക്ഷനിൽ ഉണ്ടാവുന്നത്. Now, since this reflected ray is exactly at 90 degrees to this refracted ray, this lines here, ഈ ഓസിലേഷൻ ഉണ്ടല്ലോ, ഓസിലേഷൻ that is exactly on this plane, ആ ഓസിലേഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല, എനർജി സെൻഡ് ചെയ്യില്ല. നിങ്ങൾ ബ്രൂസ്റ്റേഴ്സ് ലോ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ദി ഓസിലേഷൻ that is perpendicular to the plane of the paper, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഓസിലേഷൻസ് that will send energy there. So ഇവിടെ നോക്കൂ, this will be polarized, and the vibrations of electric field in that polarized light that is reflected will be perpendicular to the plane of the paper. Okay, now imagine even the incident light is polarized in such a way that it only has, നോക്കൂ, ആ വന്ന ഇൻസിഡന്റ് ലൈറ്റ് പോളറൈസ്ഡ് ആണെന്ന് വിചാരിക്കുക. It only has, ഇങ്ങനെ വിചാരിക്കുക, there is no dots there. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷൻസ് അതിനില്ല. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു പ്ലെയിനിന് എലോങ് ഉള്ള വൈബ്രേഷൻസ് മാത്രമേ, ഇലക്ട്രിക് ഫീൽഡ് ഓസിലേഷൻസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് ഇവിടെ you will get refraction, ബട്ട് എക്സാക്ട്ലി ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ റിഫ്ലക്റ്റഡ് റേ കറക്റ്റ് ഇവിടെ വരേണ്ടതാണ്, 90 ഡിഗ്രിയിൽ വരേണ്ടതാണ്. ഈ വൈബ്രേഷൻസിന് ഇറ്റ് കനോട്ട് സെൻഡ് എനർജി ഇൻ ദിസ് ഡിറക്ഷൻ, നോർമൽ ഡിറക്ഷൻ. അപ്പോൾ there won't be any light on the reflected side. So there is no reflection. This is a case of no reflection. But ഇവിടെ perpendicular to the plane vibrations മാത്രം നിലനിർത്തിയിട്ടാണ് പോളറൈസ് ചെയ്തതെങ്കിൽ, അതായത് along the plane oscillations of electric fieldനെയാണ് പോളറൈസ് ചെയ്ത് കളഞ്ഞതെങ്കിൽ, ഈ ഡിറക്ഷനിലുള്ള വൈബ്രേഷൻസ് ആ ഓസിലേഷൻസ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ that will still show reflection and refraction. All right. ഈ ക്വസ്റ്റ്യനിൽ പോളറൈസേഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്ത് ക്ലാരിഫൈ ചെയ്തിട്ടില്ല. എലോങ് ദ പ്ലെയിൻ വൈബ്രേഷൻ ആണോ റിമൂവ് ചെയ്തത്, എലോങ് ദ പ്ലെയിൻ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേഷൻസ് ആണോ റിമൂവ് ചെയ്തത്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേഷൻസ് ആണോ റിമൂവ് ചെയ്തതെന്ന് പറയുന്നില്ല കൃത്യമായിട്ട്. That is actually the lack of clarity in this question. But still, because polarization can result in this, there is a possibility for no reflection. So I'll go with your option, no reflection, and there'll be total transmission. I'll choose this option here. But please, when I choose this option, I remind you that there is actually a lack of clarity in the question. It doesn't specifically tell you which oscillation or which direction of electric field oscillation is cancelled out by polarization. All right. So I hope you understand the point. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി പ്രശ്നം ഈ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. Right. This is the solution. All right. We'll go to the next question. Now, an alpha particle and a proton are accelerated from rest. നോക്കൂ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ചില സമയത്ത് ഫോട്ടോണൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വായിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വി മേ ആക്ച്വലി മെസ് ഇറ്റ് അപ്പ്. അപ്പം ജസ്റ്റ് മേക്ക് ഷുവർ യു ഡോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക്. An alpha particle and a proton are accelerated from rest through the same potential difference. The ratio of their linear momentum acquired by the above particles will be, നോക്കൂ, see, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ആക്സിലറേറ്റ് ചെയ്യുമ്പം QV ആണ് വർക്ക് ഡൺ ബൈ ദി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. That will be the kinetic energy gained by the object. And KE will be equal to P square by 2m. You know that already. Okay. So P square by 2m will be equal to QV. Now, P will then be equal to root 2m
QV. Alright? V same ആണെന്ന് പറയുന്നു. 2 constant ആണ്. So P is proportional to root QM. That is, P1 by P2 is equal to root of Q1 by Q2 into M1 by M2. The first particle here is alpha particle. Alpha particle the charge proton കാട്ടും twice ആയിരിക്കും. Mass of the alpha particle is 4 times the mass of a proton. So we have a factor of 2 and 4 inside the root. Root 8 is the answer. 2 root 2 is to 1 will be the final answer. 2 root 2 is to 1. Option B is the correct one. Right? വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് റേഷ്യോ ക്വസ്റ്റ്യൻസ് 2023 പേപ്പർ നോക്കുമ്പോഴും ഒരുപാട് റേഷ്യോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇഫ് യു ആർ വെരി ഫെമിലിയർ വിത്ത് ദ ബേസിക് കോൺസെപ്റ്റ്സ്, നിങ്ങൾ ആ സമയത്ത് തെറ്റിക്കാതെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് we'll look at the next question here. Now, in photoelectric effect, the photocurrent is proportional to the intensity of incident radiation. നോക്കൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആണ് റോങ് ആണോ എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ we'll read the statements with much more attention now. നമുക്ക് ഇപ്പം തന്നെ അത് ഓഡ് ഔട്ട് ചെയ്ത് കളയാം. Photocurrent is proportional to the intensity of incident radiation. That is actually true. Intensity of incident radiation കൂടുക എന്ന് പറയുമ്പം കൂടുതൽ ഫോട്ടോൺസ് പ്ലേറ്റിൽ ഇൻസിഡൻ്റ് ആവുക എന്ന അർത്ഥം. കൂടുതൽ ഫോട്ടോൺസ് വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ആവും, അപ്പോൾ കൂടുതൽ ഫോട്ടോ കറണ്ട് ഉണ്ടാവും. So this is actually true. A is true. Now, maximum kinetic energy with which the photoelectrons are emitted depends on the intensity of incident light. That is actually wrong. നോക്കൂ, KE max, അതായത് emitted photoelectrons in a maximum kinetic energy will be equal to energy per photon minus ആ ഫോട്ടോൺ കൊണ്ടുവന്ന മൊത്തം എനർജി മൈനസ് the work function. അത് എമിറ്റ് ചെയ്യാൻ ആവശ്യമായിരുന്ന വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈനോട്ട് എന്ന് പറയാം. ആ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ ആവശ്യമായിരുന്ന വർക്ക് ഫംഗ്ഷൻ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് കളഞ്ഞാൽ മതി. യു വിൽ ഗെറ്റ് ദ മാക്സിമം കൈനറ്റിക് എനർജി. ഇ ഇസ് ഓൾ ഡിപ്പെൻഡൻ്റ് ഓൺ എച്ച് ന്യൂ. ഓക്കെ, എത്ര ഫോട്ടോ ഇലക്ട്രോൺസ് വരുന്നുണ്ടെന്നുള്ള ഇൻറ്റൻസിറ്റി പറയുന്നത്, എത്ര ഫോട്ടോ ഇലക്ട്രോൺസ് വരുന്നുണ്ടെന്നുള്ളത് ഇതിനെ മാറ്റർ ചെയ്യുന്നില്ല. വരുന്ന എത്ര ഫോട്ടോൺസ് വരുന്നുണ്ടെന്നുള്ളതിനെ ഇവിടെ ഇഷ്യൂ അല്ല. വരുന്ന ഫോട്ടോൺസിന് എത്ര ബാലൻസ് എനർജി എടുക്കാൻ പറ്റും ആഫ്റ്റർ ടേക്കിംഗ് ഔട്ട് ഫൈവ് നോട്ട്. വർക്ക് ഫംഗ്ഷൻ കിഴിച്ചതിന് ശേഷം എത്ര ബാലൻസ് ഉണ്ടാവും ആ ഫോട്ടോൺ എന്നുള്ളതാണ് ഇഷ്യൂ. കാരണം ഞാൻ പറഞ്ഞുതരാം. സോ 1 photon ആക്ച്വലി ഇൻട്രാക്ട്സ് വിത്ത് 1 electron ഓൺലി. അത് കാര്യം മനസ്സിലാക്കുക കേട്ടോ, ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 1 photon ഇൻട്രാക്ട്സ് വിത്ത് 1 electron. നോക്കൂ, ഈ ഫോട്ടോണിൻ്റെ എനർജി ഈ ഇലക്ട്രോൺ വാങ്ങിക്കുമ്പം ദർ ആർ 2 പോസിബിലിറ്റീസ്. ഫോട്ടോണിന് ഈ ഇലക്ട്രോണിന് ആവശ്യമായിട്ടുള്ള വർക്ക് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് ദ എനർജി റിക്വയർഡ് ടു ജമ്പ് ഔട്ട് ഓഫ് ദ ലാറ്റസ്, അത് ഇല്ല എങ്കിൽ, ഈ ഫോട്ടോണിൻ്റെ കയ്യിൽ ഇയാൾക്ക് വേണ്ട വർക്ക് ഫംഗ്ഷൻ ഇല്ല എങ്കിൽ ദർ വോണ്ട് ബി എനി എന്താ പറയുക ഫോട്ടോ എമിഷൻ ഉണ്ടാവില്ല അവിടെ. ദർ വിൽ ബി നോ ഫോട്ടോ എമിഷൻ. But if the energy per photon is just equal to the work function of that metal, that will just cause photoelectric emission. Just a emission ഉണ്ടാവും, that the emitted electron will not have any kinetic energy. But now if the energy per photon or the energy held by that photon is greater than the work function of the metal, ആ ഇലക്ട്രോണിനെ അത് എമിറ്റ് ചെയ്യിക്കും. ആ എമിറ്റഡ് ഇലക്ട്രോണിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവും? എത്രയാണോ എനർജി പെർ ഫോട്ടോൺ, അതിൻ്റെ അകത്തുനിന്ന് വർക്ക് ഫംഗ്ഷൻ, അതായത് ചാടാൻ പുറത്തേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എനർജി എത്രയാണോ ആ വർക്ക് ഫംഗ്ഷൻ കുറച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആ കൈനറ്റിക് എനർജി ആയിട്ടുണ്ടാവും ആ ഇലക്ട്രോണിൻ്റെ അകത്ത്. ഓക്കെ, സോ മാക്സിമം കൈനറ്റിക് എനർജി with which the photoelectrons are emitted is actually dependent only on the frequency. It is not dependent on how many photons arrive there. Intensity കൂടുതലാണെങ്കിൽ കുറേ ഫോട്ടോൺസ് വരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഫോട്ടോൺസിന്റെ ക്വാളിറ്റിയിൽ മാറ്റം വരില്ല. ഫോട്ടോൺസിന്റെ നേച്ചറിൽ, ഫോട്ടോണിന്റെ എനർജിയിൽ മാറ്റം വരണമെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി മാറണം. സോ ദിസ് ഇസ് ആക്ച്വലി റോങ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഇന്റൻസിറ്റി, ബട്ട് ഇൻസ്റ്റെഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി. കാരണം നോക്കൂ, E is equal to h nu ആയിരുന്നു. this is actually h nu minus phi naught ആണ് വരിക, KE max. Alright, so this is very important. അപ്പോൾ ഫ്രീക്വൻസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, the emission of photoelectrons require a minimum threshold intensity. No,
intensity എത്ര ചെറുതായാലും ഒരു ഫോട്ടോൺ വന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ ഇലക്ട്രോൺ എങ്കിലും ഉണ്ടാവും if the energy per photon is greater than or equal to the work function of the metal. Intensity അല്ല പ്രശ്നം അവിടെ. The problem is threshold frequency ഉണ്ടാവും എന്നുള്ളതാണ്. That is, വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആയിട്ടുള്ള എനർജി പെർ ഫോട്ടോൺ എങ്കിലും അയാൾക്ക് ഉണ്ടാവണം. അതിനയാൾക്ക് ഒരു ബേസിക് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എങ്കിലും വേണം. അത്രയേ ഉള്ളൂ അതിൻ്റെ റിക്വയർമെൻറ്റ്. ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്, ത്രഷോൾഡ് ഇൻറ്റൻസിറ്റി അല്ല ഉള്ളത്. നൗ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫ്രീക്വൻസി, വിച്ച് ഇസ് അഗൈൻ റോങ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഓൾറൈറ്റ്, സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി എ ആൻഡ് സി ഇസ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അത് ഓർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ത്രഷോൾഡ് ഇൻറ്റൻസിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഒറ്റ ഫോട്ടോൺ, ഏറ്റവും മിനിമം ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോട്ടോൺ വന്നാൽ പോലും if the energy per photon is greater than the work function of the metal or equal to the work function of the metal, there will be emission. Alright? അപ്പോൾ threshold intensity ഇല്ല. പക്ഷേ when a photon arrives on a metal surface, that photon should at least have a minimum frequency or a minimum energy which is equal to the work function of the metal. എന്നാൽ മാത്രമേ എമിഷൻ ഉണ്ടാവും. എന്നെക്കാളും കുറവാണെങ്കിൽ എമിഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. That is why we have a threshold frequency, not a threshold intensity. Alright? Now, we will go to the next question. Ready? Okay. In a photoelectric experiment, ultraviolet radiation of 280 nanometer is used with lithium cathode having work function 2.5 EV. If the wavelength of incident light is switched to 400 nanometer, find out the change in stopping potential. Noku. Now, what is stopping potential in the first place? Noku, you know that if there is a tube here, there is a cathode here, and light radiate ചെയ്ത് ആ cathode ന്ന് photoelectric emissions ഉണ്ടാക്കാന്ന് വിചാരിക്കുക. And if I give a high potential here, ഇവിടുന്ന് വന്നിട്ടുള്ള ഇലക്ട്രോൺസ്, ജമ്പ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇറ്റ് വിൽ ബി ഡെലിവേർഡ് ടു ദി അതർ എൻഡ്. ഓൾറൈറ്റ്, സോ അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് ഇവിടെ നിന്ന് വരുന്ന ഫോട്ടോണിൻ്റെ അകത്തുനിന്ന്, എനർജി പെർ ഫോട്ടോണിൻ്റെ അകത്തുനിന്ന് ഈ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദിസ് മെറ്റൽ കുറച്ചതിന് ശേഷം ബാക്കിയുള്ള കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി അത്രയെങ്കിലും കുറച്ച് പേർക്കെങ്കിലും മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവും എമിറ്റഡ് ഇലക്ട്രോൺസിന്. ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ഹിയർ, ആനോഡ് പൊട്ടൻഷ്യൽ ഹിയർ, it actually pulls those emitted electrons to reach to this end, and then conduction സംഭവിക്കും, you get photocurrent. Alright, now but this anode potential can be reversed. റിവേഴ്സ് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താ, നേരത്തെ ഇവിടുന്ന് എമിറ്റായ ഇലക്ട്രോൺസിനെ ഈ ആനോഡ് പൊട്ടൻഷ്യൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ട് ഇവിടുന്ന് ജമ്പ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ ഒപ്പോസ് ചെയ്യാം. സോ വാട്ട് യു മീൻ ബൈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ആ വാക്ക് കേട്ടാൽ തന്നെ അറിയാലോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താ? ഫോട്ടോ കറണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന റിവേഴ്സ് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ്, ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താലാണ് ഇവിടുത്തെ ഫാസ്റ്റസ്റ്റ് മൂവിങ് ഇലക്ട്രോണിനെയും ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുക, ആ പൊട്ടൻഷ്യലിനെ, ആ റിവേഴ്സ് പൊട്ടൻഷ്യൽ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. വിച്ച് ആക്ച്വലി മീൻസ് KE മാക്സ് ആയിരിക്കും ഇവിടുന്ന് എമിറ്റായി വരുന്നതിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസ് അതായിരിക്കും. അവരെ ഷട്ട് ചെയ്യണമെങ്കിൽ ഈ കൈനറ്റിക് എനർജി കില്ല് ചെയ്യുന്ന വർക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രോണിൻ്റെ മുകളിൽ ചെയ്യണം. ദാറ്റ് ഈസ്, ഒരു ഇലക്ട്രോൺ എന്നുള്ളൊരു ചാർജുള്ള ഇലക്ട്രോണിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അക്രോസ് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ചെയ്ത വർക്ക് EV ആണ്. ദാറ്റ് EV ഷുഡ് ആക്ച്വലി ബി സഫിഷ്യൻറ്റ് ടു കിൽ ഓർ ടു ഡിസ്ട്രോയ് ദിസ് കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി. അപ്പം ഒറ്റ ഇലക്ട്രോൺ പോലും ഇവിടെ എത്തില്ല, ഫോട്ടോ കറണ്ട് വിൽ സ്റ്റോപ്പ്. ദാറ്റ് ഇസ് എ ലോജിക്. Which actually means KE max ആയിരിക്കണം V0. V0 is stopping potential. കേട്ടോ? And you know, KE max is equal to energy per photon minus work function. Okay? Which means EV0 is equal to energy per photon minus phi naught. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽസ് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് കേസ്, ആദ്യത്തെ കേസിൽ വന്ന റേഡിയേഷൻ 280 നാനോമീറ്റർ ആണ്. നോക്കൂ, എനർജി പെർ ഫോട്ടോൺ കറസ്പോണ്ടിങ് ടു ദിസ് വേവ് ലെങ്ത് ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ആക്ച്വൽ ഫോർമുല ഇസ് hc/λ. But if you're doing the problem in electron volt and lambda, there is actually a quick fix.
that is E will be equal to, first case energy per photon will be equal to hc by lambda is 1240 divided by nanometer 280 nanometer. ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് ആണ് വരിക. ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലം ചെയ്യുന്ന ഇലക്ട്രോൺ വോൾട്ടും നാനോമീറ്ററിലും ആണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ്. സോ ഹൗ മച്ച് വിൽ ദിസ് ബി? ഇറ്റ് വിൽ ബി 124 by 28. 28 into 4 ഏകദേശം എത്ര വരും? 28 into 4 will be actually equal to 1112 it seems. 80 plus 32 will be 112. പിന്നെയും ഒരു 12 ഉണ്ട്. So we have like 412 by 28. 12 by 28 is actually 3 by 7. 4 into 3 by 7. 7 is actually 0.14. 3 into 0.14 will be equal to 0.42, or I can say that 4.4 ഉണ്ടാവും. 4.4. Alright? 4.4 or 4.42 for that matter. ഇത്രയും എനർജി പെർ ഫോട്ടോൺ ഉണ്ട് ഫസ്റ്റ് കേസിൽ. ഓക്കെ, പക്ഷേ വർക്ക് ഫംഗ്ഷൻ 2.5 ആണ്. അപ്പൊ കെ ഇ മാക്സ് എത്ര വരും? ഫസ്റ്റ് കേസിലെ കെ ഇ മാക്സ് ഞാൻ ഇവിടെ എഴുതാം. ഓർ ഇ വി സീറോ ഫോർ ദ ഫസ്റ്റ് കേസ്. കെ ഇ മാക്സ് ആണ് ഇ വി സീറോ എന്ന് അറിയാലോ. ഫോർ ദ ഫസ്റ്റ് കേസ് this will be equal to 4.4 minus work function എത്രയാണ് പറയൂ? 2.5. 2.5. That will be equal to 1.9. All right? 2.5 plus 9 will be 3.4 and then 1. Yes, exactly. 1.9 EV. 1.9 EV ആണ്. 1.9 EV ആണ് ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എങ്കിൽ 1.9 EV ആണ് ആ പറഞ്ഞ EV0 എങ്കിൽ work done by electric field against, or work done due to the acceleration of the charge across the potential difference, our work done 1.9 EV ആണെങ്കിൽ stopping potential V0 will be equal to, just pull E there out of there and you have 1.9 volt. Okay, 1.9 volt ആണ് first case stopping potential. Second case we have energy per photon will be equal to 1240 divided by, again അടുത്തത് എത്ര നാനോമീറ്റർ പറയൂ? 400 nanometer, and that is actually equal to 124 divided by 40, and that would amount to almost 3.1, actually 3.1, close to 3.1, because I have 4 by 41, but it is 3.1 in approximate ആയിരിക്കും, EV ആയിരിക്കും. നോക്കൂ, second case energy per photon. In the second case, energy per photon is, I'll write it somewhere here. Do you have an additional page? Okay. നോക്കൂ, first case stopping potential വന്നത് 1.9 volt ആണ്. Second case EV0 വന്നത് is 3.1 minus 2.5. അത് ഓർത്ത് വെക്കണേ. 3.1 minus 2.5 because ഇതാണ് energy per photon. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കുറച്ച് കളയണം പറയൂ? Work function കുറച്ച് കളയണം. That is actually 0.6. Alright, 0.6. അപ്പം 0.6 ആണ് EV ആണ് EV0 വന്നത്. അപ്പോൾ സെക്കൻഡ് കേസിലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഫസ്റ്റ് കേസിലെ സെക്കൻഡ് കേസിലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 is equal to 0.6 volt. Now, what is the difference? ചോദിച്ചത് എന്താ? The change in stopping potential ആണ് ചോദിച്ചത്. The change in stopping potential is 1.9 minus 0.6, that is equal to 1.3. 1.3 ആണ് ആൻസർ വരിക. So do we have an option there? 1.3 is there. That is option A is the correct one. 1.3 ആണ് correct answer. Alright. Now, നോക്കൂ, ഇത് just simple calculations ആണ്. എന്താണ് EV0 എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ തിയറി അറിയുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. Now, ഇനി an excited helium plus ion emits 2 photons in succession with wavelengths 108.5 nanometer and 30.4 nanometer in making a transition to ground state. The quantum number n corresponding to its initial excited state is. Noku, the point here is there is some excited state here. That is state ആണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. Some excited state here. പക്ഷെ രണ്ട് എമിഷൻസ് ഉണ്ടാവുന്നുണ്ട്. So there is some intermediate state here and then there is ground state here. Okay, this is excited state, initial excited state. Okay,
അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു എനർജി ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് -13.6 z square divided by n square. -13.6 z square divided by n square. Y അത്രയും EV ആയിരിക്കും കേട്ടോ. കാരണം ഇത് ഹൈഡ്രജൻ ലൈക്ക് എന്താ പറയുക ആറ്റമാണിത്. ന്യൂക്ലിയസും ഒരു ഇലക്ട്രോണും ഉള്ള സിറ്റുവേഷൻ ആണിത്. നൗ that into z square divided by n square. ഓക്കെ, ഇത് എനിക്ക് അറിയില്ല എത്രയാണ്. ഓൾറൈറ്റ്, നൗ ഇങ്ങോട്ടൊരു ജമ്പ് നടത്തും ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക്, ആൻഡ് ദെൻ ഇറ്റ് എമിറ്റ്സ് എ ഫോട്ടോൺ കറസ്പോണ്ടിങ് ടു വേവ് ലെങ്ത് 108.5. ദാറ്റ് ഇസ് ആ ഫോട്ടോണിന്റെ എനർജി വരിക hc divided by lambda, or in our case നാനോമീറ്ററിലും ഇലക്ട്രോൺ വോൾട്ടിലുമാണ് പ്രോബ്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇലക്ട്രോൺ വോൾട്ടിലാണ് കേട്ടോ, 13.6 EV-യിലാണുള്ളത്. So that will be 1240 divided by 108.5. Alright, ഒരു ജമ്പ്, ഒരു എനർജി, ഒരു ജമ്പ് കൂടെ ചെയ്യുന്നുണ്ട്, and that jump involves the emission of a photon of wavelength 30.4 nanometer, which means ആ ഒരു ഫോട്ടോൺ ഉണ്ടാവുന്നത് ഈ ജമ്പ് ചെയ്യുന്ന സമയത്തുള്ള എനർജി പെർ ഫോട്ടോൺ ഈ വരിക, that will be equal to hc divided by lambda again, that is 1240 divided by 108.0, that is 30.4. 30.4. Now listen. നോക്കൂ, ആക്ച്വലി ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് that will be equal to -13.6 into z square divided by 1 square. Are you okay with that? Because എക്സൈറ്റഡ് എന്താ പറയുക ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ഓർബിറ്റ് എന്തായാലും ഇതിൻ്റെ ക്വാണ്ടം നമ്പർ 1 ആണ് വരിക. ഓൾറൈറ്റ്, ഇതിൻ്റെ n ആണ് അൺനോൺ സ്റ്റേറ്റ്. നോക്കൂ, ഈ ഒരു എനർജി ഗ്യാപ്പാണ് ഈ രണ്ടാളും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ എനർജി ഗ്യാപ്പാണ് ഈ ഫോട്ടോൻ്റെ എനർജി പെർ ഫോട്ടോൺ, ഈ ജമ്പ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി പെർ ഫോട്ടോൺ ആണ് ഈ എനർജി ഗ്യാപ്പ്. ഈ ജമ്പ് നടക്കുമ്പോൾ എനർജി പെർ ഫോട്ടോൺ ആണ് ഈ എനർജി ഗ്യാപ്പ് എന്നും പറയുന്നത്. ഓൾറൈറ്റ്, വിച്ച് ആക്ച്വലി മീൻസ് ഈ അതായത് ഈ മൊത്തം എനർജി ഡിഫറൻസ്, ഐ കോൾ ഇറ്റ് ഡെൽറ്റ ഇ. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു E1 പ്ലസ് E2. E1ഉം E2ഉം ആഡപ്പ് ചെയ്താലാണ് കിട്ടുന്നത്. നൗ ഹൗ വിൽ വി കാൽക്കുലേറ്റ് ദിസ്? ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു -13, ഓർ സിംപ്ലി വാല്യൂ മാത്രം എടുത്താൽ മതി, ഡിഫറൻസ് എടുത്ത് വാല്യൂ എടുത്താൽ മതി. ദാറ്റ് ഇസ് 13.6 ഇൻറ്റു z സ്ക്വയർ, ഹീലിയം അല്ലേ, z 2 ആണ്, z സ്ക്വയർ വിൽ ബി 4 ഇൻറ്റു 1 മൈനസ് 1 ബൈ n സ്ക്വയർ. നിങ്ങൾ നോക്കിയാൽ മതി, 1/1 സ്ക്വയർ മൈനസ് 1/n സ്ക്വയർ. ആ മൈനസ് ഒക്കെ റീഅറേഞ്ച് ചെയ്യുമ്പം വരുന്ന സിറ്റുവേഷൻ, ദിസ് ഇസ് ആക്ച്വലി ദ എനർജി ഗ്യാപ്പ്. ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു what we have there is 1240 into 1/108.5 plus 1/30.4. Now, ഇത് കുറച്ച് ലെങ്തി കാൽക്കുലേഷൻ ആണ്, കാൽക്കുലേഷൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും, ബട്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് വെരി മിനിമൽ അപ്രോക്സിമേഷൻ. ഇവിടെ ചെറിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇൻറ്റിജറാണ് ആൻസർ കിട്ടേണ്ടത്. സോ കുറച്ച് നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ക്ലോസസ്റ്റ് ടു ഏത് ഫിഗറാണ് വരിക എന്ന്. സോ ഞാൻ ആ സിംപ്ലിഫിക്കേഷൻ ഞാൻ സമയം കളയുന്നില്ല. n square is equal to 25 ആണ് വരിക, and n will be equal to 5. Please evaluate this, you will get the answer. Okay, ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് ഓർത്ത് വെക്കുക. ഈ എനർജി ഗ്യാപ്പ് ഇവാലുവേറ്റ് ചെയ്തു. ഈ എനർജി ഗ്യാപ്പ് will correspond to the component, the sum of component jumps. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ ചെറിയ ചെറിയ ജമ്പുകളുടെ എനർജി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വലിയ ജമ്പിൻ്റെ എനർജി കിട്ടും. ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. If you solve it, you will get the answer. n is equal to 5 is the correct answer. Option B is the correct one. Right? We'll move on to the next question. Okay. Now, ശ്രദ്ധിക്കണേ. The energy levels of an atom is shown in the figure. ഇവിടെ levels mark ചെയ്തിട്ടുണ്ട്. Which one of these transitions will result in the emission of photon of wavelength 124.1 nanometer? നമുക്ക് ഇതൊരു അപ്രോക്സിമേഷനിൽ സോൾവ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് അഗൈൻ എനർജി പെർ ഫോട്ടോൺ ഇസ് ഗിവൺ ബൈ ഇൻ ഇലക്ട്രോൺ വോൾട്ടും നാനോമീറ്ററിലുമാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ
1240 divided by lambda. ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് ആണ് തരിക. Now, നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നത് ആങ്സ്ട്രമിലും ഇലക്ട്രോൺ വോൾട്ടിലും ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് 12400 ബൈ വേവ് ലെങ്ത് ഇൻ ആങ്സ്ട്രം. അത് ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു വ്യത്യാസം കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ ലാംഡ ഇസ് 124.1. So I have 1240 divided by 124.1. Approximately this is equal to 10 electron volt. നോക്കൂ, 10 ഇലക്ട്രോൺ വോൾട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹയർന്ന് ലോവറിലേക്ക് 10 ഇലക്ട്രോൺ വോൾട്ട് ലോവർ ആയിട്ടുള്ള ഒരു ജമ്പ്. കാരണം അപ്പോഴാണല്ലോ ഒരു ഹയർ എനർജിയിൽ നിന്ന് ലോവറിലേക്ക് വരുമ്പോഴാണല്ലോ ഫോട്ടോൺ എമിറ്റ് ചെയ്യുക. അങ്ങനെ 10 EV ഡൗൺ ആയിട്ടുള്ളൊരു ജമ്പ് ഇവിടെ ഉള്ളത് ജമ്പ് ഡി ആണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ദെൻ ബി ഓപ്ഷൻ ഡി. നമുക്ക് ഇറ്റ്സ് എ വെരി വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. You can actually solve this question. It's actually a very easy question. It's a bonus question about the question. You can solve it in less than 10 seconds and you can move on to the next question. Alright? Next one. Alright. Noku. A square loop of side 2 centimeters is placed inside a long solenoid that has 50 turns per centimeter and carries a sinusoidally varying current of amplitude 2.5 ampere and angular frequency 700 radian per second. The central axis of the loop and the solenoid coincide. Okay? The amplitude of the EMF induced in the loop is x into 10 raised to minus 4 volt. The value of x is, now pi 22/7 എടുക്കാൻ പറയുന്നുണ്ട്, അത് simplification വേണ്ടിയിട്ട്. Anyways, we have a coil here. And in that coil there is a square loop here. Okay. നോക്കൂ, ഫ്ലക്സ് വളരെ ഈസി ആയിട്ട് കാണാം. ബി ഇൻറ്റു എ. ആരുണ്ടാക്കുന്ന ബി ആണ്? ഈ പറയുന്ന കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ആര് ഫ്ലക്സ് ട്രാപ്പ് ചെയ്യുന്നത്? സ്ക്വയർ കോയിൽ ഫ്ലക്സ് ട്രാപ്പ് ചെയ്യുന്നത്. സോ ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ബി ഇൻറ്റു എ. നൗ ഹൗ മച്ച് ഇസ് ബി ഇൻറ്റു എ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ബി വിൽ ബി ഈക്വൽ ടു, നോക്കൂ, സോളിനോയിഡ് അല്ലേ, ലോങ് സോളിനോയിഡ് ആണ്, μ0 ni ഉണ്ടാവുക. സോ ഐ ഹാവ് μ0 ni into a ഉണ്ടാവും. Alright? This is the flux there. Remember, I is sinusoidally varying with a angular frequency 700 rad per second. Okay, സൈയൂണിലാണ്. അപ്പോൾ I can say that I is equal to amplitude 2.5 ആണ്. And that is sinusoidally varying. Sinusoidally varying, I can attach a sine function to it. Omega t കൊടുക്കണം. Omega question ൽ പറഞ്ഞു തന്നിട്ടുണ്ട്. Omega is 700 rad. I'll just put omega here. I'll just call it I0. കാരണം എനിക്ക് ഫൈനൽ സിംപ്ലിഫിക്കേഷൻ തന്നെ ചെയ്യാം. I0 sine omega t here. So that I'll bring that here. μ0 n. And for I, I'll have A ഞാൻ അവിടെ ചേർത്ത് വെക്കുകയാണ്. ഐക്ക് പകരം I'll have I0 sin omega t. Now, phi is already found out. നമുക്ക് വേണ്ടത് induced EMF ന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. നോക്കാം നമുക്ക്. Induced EMF will have a magnitude that is equal to d phi by dt. That is actually d by dt of that function there, which is d by dt. Constants ഒക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റുക. Constants പുറത്തേക്ക് മാറ്റുമ്പോൾ you will have μ0 n, number of turns per unit length ആട്ടോ അത് n എന്ന് പറയുന്നത്, a I0 into d by dt of sin omega t. Now, it's very clear that induced EMF will then have a value that is equal to μ0 n a I0. നോക്കൂ, then sin omega t differential എന്ന് പറയുന്നത് cos omega t into omega ആണ്. Omega into cos omega t. Now again, ഇതും ഒരു സിനുസോയിഡ്ലി വേരിയിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ്. നോക്കൂ, cos omega t can bear values starting from 1, then 0, -1, and it can loop around it. But then the amplitude or the maximum possible value of this function here, ഈ cos omega t ചേർന്ന ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ വരിക ഇതിന്റെ ഈ വാല്യൂ ആയിരിക്കും. So this is the amplitude of induced EMF.
Induced EMF തന്നെ ഒരു cosine function ആണ് വരുന്നത്. So whatever is in the amplitude side അതായിരിക്കും maximum EMF വരിക. അതല്ലേ ചോദിച്ചത്? Amplitude of EMF. EMFന്റെ cosine functionന്റെ coefficient എന്താണോ ഉള്ളത് അത് എഴുതി വെക്കുക. So we'll use this is our answer actually. അപ്പോൾ അത് evaluate ചെയ്താൽ മതി. Let's see we have yes. So what we need is mu 0 n a I0 omega. I0 omega. Okay, we'll evaluate it. Mu 0 is 4 pi into 10 raised to minus 7. Now, listen. N എന്ന് പറയുന്നത് 50 turns per centimeter ആണ്. Per meter ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ വേണ്ടത്. 50 turns per centimeter ആണെങ്കിൽ 50 into 100, 5000 turns per meter ഉണ്ടാവും. Then area is നോക്കൂ സ്ക്വയർ ലൂപ്പ് ആണ് 2 centimeter ആണ് ഉണ്ടാവുക. അപ്പോൾ 4 into 10 raised to minus 4 ആണ് ഏരിയ വരിക. That is the area. Now, I0 ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ്, കറണ്ടിന്റെ മാക്സിമം വാല്യൂ I0 എന്ന് പറയുന്നത് 2.5 ആണ്. നോക്കൂ ഈ I ഞാൻ എഴുതുകയാണെങ്കിൽ ഇറ്റ് ബി 2.5 into sin 700 ആണല്ലോ ഒമേഗ എന്ന് പറയുന്നത്, T ആയിരിക്കും. സോ അതിന്റെ മാക്സിമം വാല്യൂ I0 എന്ന് പറഞ്ഞ വാല്യൂ 2.5 ആണ്. 2.5 and then that multiplied with omega is 700. All right, നോക്കൂ ഇനി let's see how we can simplify this. Pi എന്നുള്ളതിനെ 22/7 എഴുതുകയാണെങ്കിൽ I can actually cancel this off. ഇവിടെ ഒരു 100 വരിക പിന്നെ. All right, and then we will have 10 raised to minus 4. 10 ന്റെ പവേഴ്സ് നമുക്ക് വർക്ക് ചെയ്യാം. 10 raised to 3 ഉണ്ട് ഇവിടെ, 10 raised to 2, 10 raised to 5 ഓർഡർ ഇരിക്കുന്നുണ്ട്, 10 raised to minus 11 ഇരിക്കുന്നുണ്ട്. സോ 10 raised to minus 6, 11 minus 5 ഞാൻ അവിടെ സോർട്ട് ചെയ്ത് വെക്കും. And then I have 2.5 into 5. 2.5 into 5 ഇവിടെ ഇരിക്കുന്നുണ്ട്. And then there is 4 here. 4 also. ഈ 4 ഇവിടെ ഇരിക്കുന്നുണ്ട്. And then there is again 4 into 22. 22. Let's see what happens here. 2.4 into 4 actually makes it 2.5 into 4 actually makes it 10 now. So I make it 10 raised to minus 5 now. And then I have 5 into 4 is actually 20. So I have 20 into 22 here, which is actually 440 into 10 raised to minus 5 or 44 into 10 raised to minus 4. Let's see whether we need the answer in a certain pattern. Look, 10 raised to minus 4 in the multiply ta vendadu. So the answer is actually 44 into 10 raised to minus 4. 44 ആണ് ആൻസർ വരിക. ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു ന്യൂമറിക്കൽ ഇവാലുവേഷൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ അതിനുള്ളൂ. കോൺസെപ്റ്റ് ഇസ് വെരി ക്ലിയർ. റൈറ്റ്, നിങ്ങൾ എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. എങ്ങനെ ഫംഗ്ഷനിൽ എഴുതണം കറണ്ടിനെന്ന് മാത്രം ഓർക്കുക. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ നോക്കൂ. 2 concentric circular coils with radii 1 centimeter and 1000 centimeter and number of turns 10 and 20 respectively are placed coaxially with centers coinciding. The mutual inductance of this arrangement will be, നോക്കൂ mutual inductance എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. Mutual inductance is, see നോക്കൂ, if you have a single coil here, L, the self inductance of the coil, is given by phi is equal to Li ആണ് വരിക, phi by I ആ വരിക. That is the flux generated per unit current ആ വരിക in itself. അതുകൊണ്ടാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത് ഒറ്റ കോയിൽ ആണെങ്കിൽ. ഓൾറൈറ്റ്, നൗ വേറെ ഏത് രണ്ട് കോയിലുള്ള സിസ്റ്റംസ് ആണെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M will be phi 1 divided by I2. Now ഈ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇത് എങ്ങനെ എടുത്താലും M തന്നെയായിട്ട് വരിക. M12ഉം M21ഉം ഈക്വൽ ആയിരിക്കും വരിക. ബട്ട് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ് ഈസ്, നോക്കൂ ഒരു കോയിലിൽ ഒരു കറണ്ട് ഉണ്ടാവുക, ആ കോയിൽ കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ആ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമതൊരു കോയിൽ ഫ്ലക്സ് ട്രാപ്പ് ചെയ്യുക. അപ്പം ഉണ്ടാവുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഈ കാണുന്നത്. നോക്കൂ, M is phi 1 by I2 എന്ന് പറയുന്നത് it is flux generated in first coil because of the current passing in the second coil. That is mutual inductance. ഞാൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ വരിക എന്ന് പറഞ്ഞുതരാം. നോക്കൂ, there are two coils here. ഔട്ടർ കോയിൽ ഉണ്ട്,
and I call this outer coil, okay? And then there is an inner coil here, okay? Question enda parayanathu, the centers are coinciding, mutual inductance. Now just imagine there is a current in the outer coil, alright? Current in the outer coil. Outer coil current would a magnetic field undakum. How much will that magnetic field be? That magnetic field will be, I'll call it B due to outer, okay? This B due to outer ne trap cheynathu ee second coil aanu. So I multiply that with A of the inner coil. This is the flux. Divide that with I outer. That will give me the mutual inductance. Okay? Mutual inductance എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഒരാൾ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും മറ്റേയാൾ ഫ്ലക്സ് ട്രാപ്പ് ചെയ്യും. നോക്കൂ, this is how it is. ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡ്, ഔട്ടർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇന്നർ കോയിൽ ഫ്ലക്സ് ട്രാപ്പ് ചെയ്യുന്നു. ഓൾറൈറ്റ്, നൗ ഇവിടെ ഐ വിൽ യൂസ് Ni ഓൾസോ ബിക്കോസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി ഇന്നർ കോയിലും കൂടെ ചേരും ഫ്ലക്സ് ട്രാപ്പ് ചെയ്യുന്നതിൽ. ഒറ്റ ടേൺ ഉള്ള കോയിലാണെങ്കിൽ Ai മാത്രം മതി. Now this is how it is. Alright, I divide that by I because I need M. Flux generated in the first coil per unit current in the second coil. That's mutual inductance. That's how we write it. Okay, it is simplify the matram madi. So let's work on it now. Now generic equation is and then we'll substitute it. Okay, alright. M is equal to B0 will be equal to mu 0, or this is a problem. This is not a solenoid here. Noku, outer coil n number of turns in the central magnetic field. So B0 will actually be equal to mu 0 I by 2R outer n turns. I'll just use N0 here. This is magnetic field. This is what we have here. Okay, N0 into mu 0 I divided by 2R0. That multiplied with Ai Ni. Alright, that is mu 0 into No Ni multiplied with I, that is Mi. Second, M kittanengil idu flux aite ullu, flux divided by I cheyanam. This is I in the outer coil divided by again I in the outer coil. Endayalum I vetti povum. So finally what will remain is M is equal to mu 0 No Ni, and then I'll have pi into Ai, pi into Ri square, and then I'll have divided by 2 into Ro. Let's now substitute the values here. Okay, mu 0 will be 4 pi into 10 raised to minus 7, and No, number of turns in the outer coil, question 10 and 200 ആണ്. So we'll have എന്തായാലും No Ni വേണമല്ലോ, 10 into 200, that multiplied with, what else do we have? Pi, there is a pi here. This pi square 10 എടുക്കാൻ പറയുന്നുണ്ട്. That's why they have mentioned it very clearly. Pi square നമുക്ക് 10 എടുക്കാൻ പറ്റും. Now then, what else do we have? Then we need Ri square. Ri is the radius of the inner coil, that is 1 centimeter. So Ri square will be 1 into 10 raised to minus 4. That divided by, I'll have 2 into R outer will be 1000 centimeter, that will be 10 meters. So 10 here. So what would you have if I simplify this? 4 in the scale undavuka, karanachal 2 will cancel off here, pi square will become 10, and then you will have 10 cancels off with another 10 here, there is 100 here, then you have 10 raised to minus 7 as well. So 10 raised to minus 7 node and 10 raised to minus 4 node, 10 raised to minus 9 verum, and then you will have 4 here. I hope another pi square 10 would indavullo. The pi square 10 actually will make this 10 raised to minus 3. Alright, fine. 10 raised to minus 3 indav, and then there will be 10 raised to minus 7. That is 10 raised to minus 8 veru 4 veru. 4 into 10 raised to 8 ആണ് final answer veru. Alright, please try simplifying this. Simplification is a little tricky, but still you can actually find the answer much easily.
pi square in the permission 10 permission. That's how we solve it. All right. We'll move on to the next question. Now, this is actually a wonderful question here. To light a 50 watt 100 volt lamp is connected in series with a capacitor of capacitance 50 by pi root x microfarad with 200 volt 50 hertz AC source. The value of x will be, listen to this very carefully. No go. This is actually an RC circuit. There are components on a resistor and a capacitor. This problem, I think there will be 6 or 7 ways to do this question. Pala circuit analyze. I think the easiest way would be to just look at the circuit in the phasor form. Phasor, this is the circuit current. VR will be exactly in phase with it. There is VR. And VC will be just like this. Capacitance. VC will be just like this. Alright? Now, what else do we have? Current lead voltage capacitance. Alright, now. This here will be the resultant here. V there. Okay. Question RMS voltage 200. So I'll just say that this is 200. Alright. Now, resistance in across, the bulb is actually the resistance here. Bulb in across 100 volt varam padullu, which means VR should be actually 100. Alright. And this angle here is phi. Phi is the phase angle between what do you call the voltage and the current in the circuit. Clear. Alright. So now this is phi here. What does it tell you? Cos phi is actually equal to adjacent side by hypotenuse. That is 1 divided by or 100 divided by 200. So 1 by 2 is cos phi. Now what is cos phi actually? It's actually R divided by Z. Okay, cos phi is R divided by Z. This is IR, this is IZ. VR by V R by Z. R by Z. That is R divided by root of R square plus XC square. Alright. Now, which means I can actually equate 1 by 2 with this. Okay. That makes it R square divided by R square plus XC square is equal to 1 by 4, which would actually evaluate to 3R square is equal to XC square, which means XC will be equal to root 3 times R. Alright. I think any namukku easy capacitance solve cheyam. Nammalodu choichadu etra edu capacitor aanu ivada vendana choichadu. I think now we can easily solve the capacitance. Alright. Root 3 R aanu namukku kittiyittulla XC, which means 1 by C omega will be equal to root 3 times R. Now how do we find out R here? This bulb in the resistance formula it's very clearly there. R is equal to V square by P. Everything is in rated. You don't have to do any transformations. Maximum. Everything is in rated. Now, which actually gives you 100 square divided by, then you have 50. That is actually 200. Alright. So 1 by C omega is equal to 200 root 3. Alright. Which actually means C is equal to 1 divided by 200 root 3 into omega. Now what is omega? What is omega? Please, omega is, omega here is, I think it's given, yeah, it's given as 50 hertz. Given as 50 hertz. So 2 pi f will be omega. So you have, 1 second please, C is equal to 1 by 200 root 3, and then I need, I think the calculation is right, I'm slightly distracted, I'm sorry about that.
1 by c into root 3 r is 1 by c into root 3 omega. C is equal to 1 by root 3 r omega is what I need. Root 3 r is there. Omega is what I'm looking for. Omega is 2 pi f. So 2 into pi into f is 50 here. This is what we have finally. Alright, so let's try and simplify that. Answer pi in the formula comparison cheyan parnathu 50 divided by root 3 x node aanu root 3 pi node aanu alle no 50 divided by pi root x node aanu divide compare cheyan parnathu. So 50 divided by pi into root x is what we have to compare this with. I think this is actually equal to 1 by root 3. Let's keep root 3 there because we are interested in x. And then whatever we have is there is actually pi here. Pi is also supposed to be there. And then inside we have say 2 multiplied with 50 multiplied with 200. That is actually 1 divided by pi root 3 along with say 100 into 200, that is this will be the value. 100 into 200 is 200. There is 200 here. There is actually 200 to be multiplied with 100. Okay, that is 1 divided by 0.02 into 10 raised to minus 6 and then along with a pi root 3. All right. So 1 divided by 0.02 will be 50. That is actually 50 by pi root 3, that much microfarad. So this is when comparing with 50 by pi root 3, x is actually equal to 3. X is actually equal to 3. That is the answer. Simplification maatre karyangalullu. It's much more easy to do it with the concepts. Noku ide problem you can actually do it in 6 or 7 ways. In fact, I think this is actually the quickest one out of those. കാരണം കറണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. പല മെത്തേഡിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പോവാം. I think phasor analysis makes it much more easier. All right. The next question here. A Young's double slit experiment is performed by using monochromatic light of wavelength lambda. The intensity of light at a point on the screen where the path difference is lambda is k units. The intensity of light at a point where the path difference is lambda by 6 is given by nk by 12, where n is an integer. The value of n is, that's what you should find out. Noku, intensity at a point on the screen is given by I is equal to രണ്ട് YDSC രണ്ട് സോഴ്സിന് ഇൻറ്റൻസിറ്റിയും എക്സാക്ട്ലി സെയിം ആണ്. രണ്ടും I0 ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ I is equal to I0 plus 2, or it's actually 1 second please. Intensity I will be equal to 2I0 into 1 plus cos delta phi. I hope you have seen this equation somehow. I is equal to I1 plus, this is the equation actually, I1 plus I2 plus 2 root I1 I2 cos delta phi. ഇതാണ് നിങ്ങളുടെ ബേസ് ഇക്വേഷൻ. ഓൾറൈറ്റ്. ഇതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ I1ഉം I2ഉം I0 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാക്കി മാറ്റുന്നത്. ദാറ്റ് ഇസ് I is equal to 2I0 into 1 plus cos delta phi will be equal to 2 cos square delta phi by 2. ഈ ഒരു ഫോർമുലയ്ക്ക് ഇനി എഴുതാൻ പറ്റും. I'm just trying to give you a general formula where you're dealing with wavelengths. All right. So that is then I is equal to 4I0 cos square delta phi by 2. All right. Now, we have to work between wavelength or path difference and phase difference here. The question path difference in terms ആണ് formulas പറഞ്ഞിരിക്കുന്നത്. നമുക്കത് phase difference ലേക്ക് മാറ്റണം. So how do you do that? 2 pi divided by delta phi is equal to, this is actually an easy comparison, lambda divided by delta x. All right, which means delta phi can be written as 2 pi by lambda into delta x, which means delta phi by 2 will be
pi by lambda into delta x. So this formula here becomes 4I0 cos square, then I have pi by lambda into delta x. Alright, 4I0 into, well, this is actually the formula. Now listen, നമുക്ക് വേണ്ട പോലെ ഇനി ഇത് യൂസ് ചെയ്യാം. നമുക്ക് first case, in the first case, I1 is actually equal to, or see, k units ആണ് intensity പറഞ്ഞത്. The intensity of the light at a point where the path difference is lambda is k units. അപ്പം k is actually equal to path difference lambda ആവുന്ന കേസ്. Path difference lambda ആണെങ്കിൽ you have 4I0 into cos square. Delta x ന് പകരം lambda കൊടുക്കുക, cos square pi വരും, that is 1. So you have 4I0 ആണ് k വരിക. Second കേസിൽ path difference lambda by 6 ആണ്. That actually makes it k dash is equal to 4I0 cos square. നോക്കൂ ഇവിടെ lambda by 6 വരുമ്പോൾ lambda കട്ട് ചെയ്ത് പോവും, pi by 6 വരും. Cos square pi by 6 is, see, cos pi by 6 is cos 30, that is root 3 by 2. Cos square pi by 6 is 3 by 4. So you have 4I0 into 3 by 4 വരും. നോക്കൂ k എത്ര ടൈംസ് അത്? It is 3 by 4 times of k. But the comparison here is nk by 12. So k by 12 ലേക്ക് കൊണ്ടുവരണം. Multiply both sides with both the numerator and the denominator with 3. You have 9k divided by 12, and that makes it n, that makes n 9. N is equal to 9 ആണ് ഇതിന്റെ correct answer. So please follow that. N is equal to 9 is the right answer. All right. The next question. Root D1 and root D2 are the impact parameters corresponding to the scattering angles at 60 degree and 90 degree respectively when an alpha particle is approaching a gold nucleus. For D1 is equal to x D2, the value of x will be. Now see, impact parameter, നിങ്ങൾ B എന്നൊരു term പഠിച്ചിട്ടുണ്ടാവും. This is actually, you have a nucleus here and this is the line which is actually passing through the center of the nucleus, and this is an alpha particle, the direction of an alpha particle approaching the nucleus. ഈ ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് കാരണം, റിപ്പൾഷൻ കാരണം അത് ഡീവിയേറ്റ് ചെയ്ത് പോവും. This is actually the angle of deviation. I can call it theta. All right, theta. And this is the line, the perpendicular distance between the line passing through the center and the velocity vector of the alpha particle would be my impact parameter B. And B is actually, or I can say that impact parameter is proportional to cot theta. All right, or actually cot theta by 2. Impact parameter is actually proportional to cot theta by 2. Please remember that. So impact parameter ഇവിടെ തന്നിരിക്കുന്നത് root D1 ആയിട്ടാണ്. So root D1 will be equal, root D1 will be proportional to cot theta 1 by 2, or I can even say that root D1 by root D2 will be equal to cot theta 1 by 2 divided by cot theta 2 by 2. All right. So D1 by D2 is equal to cot square theta 1 by 2 divided by cot square theta 2 by 2. That is actually equal to cot square theta 1 by 2 will be 30 degrees divided by, for the second one, cot square 90 by 2 will be 45 degrees. That is actually cot 30 will be root 3. So cot square 30 will be 3 divided by 1. So 3 is to 1 is the answer. So D1 by D2 will be 3 is to 1. D1 by D2 will be equal to x, and D1 by D2 here is 3 is to 1. So x is equal to 3 is the correct answer. So final answer is x is equal to 3. All right. So I don't think there are any more questions. We have solved 25 questions here, and please make sure that you go through the solutions once again.
ന്യൂമറിക്കൽ സിംപ്ലിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കുക. സി വേ യു ഗെറ്റ് ദ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജസ്. ജനറിക് ആയിട്ട് എഴുതിയ സൊല്യൂഷൻസ് നന്നായിട്ട് പ്രോസസ്സ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഒരു ചെറിയ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. ഐ ഹവ് ടോൾഡ് യു ദാറ്റ് ഐ ഹവ് എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. അതൊന്നുകൂടെ കേട്ട് നോക്കുക. സിമിലർ ക്വസ്റ്റ്യൻസ് നോക്കുക. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഒരു അഡ്വാൻസ് ക്വസ്റ്റ്യൻ വേറെ ഉണ്ട് കഴിഞ്ഞ കൊല്ലം ചോദിച്ചത്. സോ പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്. So I think we have covered the questions completely. Endengilum doubts undengil please reach out, and thank you for listening in this data. Thank you so much.